1400 കാലഘട്ടം ഇറ്റലിയിലെ ജനോവ നഗരം. അന്നത്തെ ഏറ്റവും വലിയ യൂറോപ്യൻ നഗരങ്ങളിൽ ഒന്നായിരുന്നു ഈ ജനോവ നഗരത്തിൽ കമ്പിളി തുണികളൊക്കെ നെയ്യുകയും അങ്ങനെ നെയ്യുന്ന കമ്പിളിയുടെ വിൽപ്പന പ്രാദേശികമായി നടത്തിയിരുന്ന ഒരു ഗ്രൂപ്പിലെ അംഗവുമായ ഡൊമിനിക് കൊളംബോ ഒരു മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ഉള്ളയാളായിരുന്നു. ജനോവ നഗരം മുഴുവനായും കച്ചവടത്തിനൊക്കെ കറങ്ങി നടന്ന ഈ ഡൊമിനിക് കൊളംബോ ഒരു ദിവസം ബിസാഗ്നോ താഴ്വരയിലെ, അതായത് ഇന്നത്തെ ജനോവ നഗരത്തിന്റെ ഭാഗമായ ബിസാഗ്നോ താഴ്വരയിലെ ഒരു ചെറിയ ഗ്രാമമായ ക്യൂസയിൽ എത്തുന്നു. അവിടെ വെച്ച് കണ്ട ഒരു സമ്പന്ന കുടുംബത്തിലെ പെൺകുട്ടിയോട് ഈ ഡൊമിനിക്കിന് പ്രണയം തോന്നി. ആ പെൺകുട്ടിയുടെ പേര് സൂസന്ന ഫൊണ്ടനാറോസ എന്നായിരുന്നു. അത് തുറന്നു പറയാൻ ഡൊമിനിക്ക് ധൈര്യം കാണിക്കുന്നു. കണ്ടാൽ നല്ല സ്മാർട്ടായ ഡൊമിനിക്കിനെ ഈ സൂസന്നയ്ക്കും വളരെയധികം ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവൾ അവളുടെ അമ്മയോട് തന്റെ ഈ ഇഷ്ടം തുറന്നു പറയുന്നു. കാര്യമറിഞ്ഞ സൂസന്നയുടെ അമ്മ മകളുടെ ഇഷ്ടത്തിന് എതിര് നിന്നതുമില്ല. അങ്ങനെ 1445 ഡൊമിനിക് കൊളംബോയുടെയും സൂസന്നയുടെയും വിവാഹം നടക്കുന്നു. അങ്ങനെ വർഷങ്ങൾ കടന്നുപോയി. അവർക്ക് ക്രിസ്റ്റഫാരോ, ബാറ്റലോമിയ, ജിയോവാനി, ജിയോകോമോ എന്നിങ്ങനെ 4 ആൺകുട്ടികളും ബിയാൻ ചിനേറ്റ എന്ന പെൺകുട്ടിയും ജനിക്കുന്നു. ഇതിൽ ആദ്യ പുത്രനായ ക്രിസ്റ്റഫാരോയാണ് പിൽക്കാലത്ത് ചരിത്രത്തിലിടം നേടിയ പരിവേഷക യാത്രികനായ ക്രിസ്റ്റഫർ കൊളംബസ് എന്ന് അറിയപ്പെടുന്നത്. റിപ്പബ്ലിക് ഓഫ് ജനോവയിൽ ജനിച്ച കൊളംബസ് എന്നാണ് ജനിച്ചത് എന്നത് ഇന്ന് വരെ എഴുതപ്പെട്ട ഒരു ചരിത്ര പുസ്തകത്തിലും ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ പിന്നീടുള്ള അദ്ദേഹത്തിന്റെ ജീവിതയാത്രയിലെ ചില തെളിവുകളുടെ അടിസ്ഥാനത്തിൽ 1451 ആഗസ്റ്റ് 25-നും ഓഗസ്റ്റ് 30-നും ഇടയിലാണ് അദ്ദേഹം ജനിച്ചത് എന്ന് കരുതപ്പെടുന്നു. ക്രിസ്റ്റഫാരോ കോളം എന്നായിരുന്നു അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര്. ഇംഗ്ലീഷിൽ അതിനെ ക്രിസ്റ്റഫർ കൊളംബസ് എന്നാണ് ഉച്ചരിക്കുന്നത്. ഇന്ന് ഈ വീഡിയോയിൽ ക്രിസ്റ്റഫർ കൊളംബസ് എന്ന പരിവേഷകന്റെ അതിസാഹസിക യാത്രകളും കണ്ടെത്തലുമാണ് നമ്മൾ അറിയാൻ പോകുന്നത്. വെൽക്കം ടു അൺഹിയർഡ് സ്റ്റോറീസ്. 1455 ക്രിസ്റ്റഫറും കുടുംബവും ആൻഡ്രിയയിലേക്ക് താമസം മാറി. കുട്ടിക്കാലത്ത് തന്നെ കൊളംബസ് തന്റെ പിതാവിന്റെ ജോലി സ്ഥലത്തിനടുത്തുള്ള ഒരു സ്കൂളിൽ ചേരുന്നു. ഗണിതശാസ്ത്രം, ഭൂമിശാസ്ത്രം, നാവിഗേഷൻ എന്നിവയിലൊക്കെ കൊളംബസിന് പ്രാവീണ്യമുണ്ടായിരുന്നു. നല്ല ഉയരമുള്ള ആരോഗ്യവാനായ കൊളംബസിന് നല്ല ചുവന്ന മുടികളായിരുന്നു ഉണ്ടായിരുന്നത്. 1470 വീണ്ടും കൊളംബസിന്റെ കുടുംബം സവോന നഗരത്തിലേക്ക് താമസം മാറി. അന്ന് ജനോവയിലെ രാഷ്ട്രീയ അസ്ഥിരതയിൽ നിന്ന് രക്ഷപ്പെടാനോ അല്ലെങ്കിൽ കൊളംബസിന്റെ പിതാവ് ഡൊമിനിക്കിന്റെ കമ്പിളി വ്യാപാരം മെച്ചപ്പെടുത്താനോ ആകാം ഇവർ ഈ സവോനയിലേക്ക് താമസം മാറിയതെന്ന് കരുതപ്പെടുന്നു. ചെറുപ്പത്തിലെ കൊളംബസ് പിതാവിനൊപ്പം തന്നെ ഈ കമ്പിളി ബിസിനസ്സിൽ ഏർപ്പെടുന്നുണ്ട്. ഇറ്റാലിയൻ ബൂട്ട് എന്നൊക്കെ അറിയപ്പെടുന്ന ഇറ്റാലിയൻ പെനസ്വേലയുടെ വടക്കു പടിഞ്ഞാറ് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു തുറമുഖ നഗരമാണ് ഈ ജനോവ. അന്ന് ജനോയിസ് റിപ്പബ്ലിക്കിന്റെ ഭാഗമായിരുന്നു ഈ പ്രദേശം. മെഡിറ്ററേനിയൻ തീരത്തിന്റെ ഭൂപ്രദേശത്തിന് അനുസൃതമായി തന്നെ ഇറ്റാലിയൻ പ്രദേശവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സ്ഥലമാണിത്. കൊളംബസിന്റെ ജനന കാലഘട്ടത്തിൽ ഏതാണ്ട് 75,000-ലധികം ജനസംഖ്യയുള്ള യൂറോപ്പിലെ ഏറ്റവും വലിയ നഗരങ്ങളിൽ ഒന്നുകൂടിയായിരുന്നു ഈ ജനോവ. എന്നിരുന്നാലും 1453 ഓട്ടോമൻ തുർക്കികളുടെ പതനം ജനോവയുടെ മെഡിറ്ററേനിയൻ വ്യാപാരത്തെ പ്രതികൂലമായി ബാധിച്ചു. ഇത് ജനോവയുടെ പതനത്തിനും കാരണമാകുന്നു. 1458 സ്പാനിഷ് സേനയിൽ നിന്നുള്ള ഭീഷണിയെ തുടർന്ന് ജനോവ തങ്ങളുടെ ഭാഗമായ ഡോക് സിറ്റിയെ ഫ്രാൻസിന് വിൽക്കുന്നു. ഇതിനെ തുടർന്നുണ്ടായ കലാപങ്ങൾ കെട്ടടങ്ങിയത് 3 വർഷങ്ങൾക്ക് ശേഷമാണ്. ഈ കാലയളവിൽ ജനോവയിലെ രാജകുടുംബങ്ങളായ ഫ്രഗോസോസും അഡോർനോസും തമ്മിൽ ജനോവയുടെ അധികാരത്തിനായി മത്സരിക്കുന്നുമുണ്ട്. ഈ ഫ്രഗോസോസ് കുടുംബാംഗം എന്ന നിലയിൽ കൊളംബസും അധികാരം പിടിച്ചെടുക്കാനുള്ള ഈ തർക്കത്തിലും മത്സരത്തിലും അകപ്പെടുകയും ഫ്രഗോസോസ് വിഭാഗത്തെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുണ്ട്. 1463 ഈ നഗരം കീഴടക്കി മെലാനി ഭരണം പുനഃസ്ഥാപിച്ചുവെങ്കിലും നഗരത്തിന്റെ സമുദ്ര വ്യാപാരം കുറയുന്നത് തുടരുക തന്നെ ചെയ്തു. എപ്പോഴാണ് കൊളംബസ് ആദ്യമായി ഒരു കടൽ യാത്ര നടത്തിയത് എന്നത് വ്യക്തമല്ല. എങ്കിലും കൊളംബസ് വളരെ ചെറുപ്പകാലം തൊട്ട് തന്നെ കപ്പൽ യാത്രകളിൽ താല്പര്യം കാണിച്ചിരുന്നു. 1470-നും 1472-നും ഇടയിൽ തന്റെ പിതാവിന്റെ ബിസിനസ് സംബന്ധമായ പരുത്തി പോലെയുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനും കമ്പിളി വിൽക്കുന്നതിനുമായി യുവാവായ കൊളംബസ് നിരന്തരം കപ്പൽ യാത്രകൾ നടത്തിയിരുന്നു. 1474-നും 1475-നും ഇടയ്ക്ക് കിഴക്കൻ മെഡിറ്ററേനിയയിലെ ജനോയിസ് കോളനികളിലൊന്നായ കിയോക്സിലെ ഗ്രീക്ക് ദ്വീപിലേക്ക് കൊളംബസ് കപ്പൽ മാർഗം യാത്ര നടത്തിയിട്ടുണ്ട്. അടുത്ത വർഷം, അതായത് 1476 മെയ് മാസത്തിൽ അദ്ദേഹം പോർച്ചുഗലിലേക്കുള്ള ഒരു പര്യവേഷണ യാത്രയിൽ ഭാഗമാകാൻ നടത്തിയ ശ്രമം വിജയിക്കുന്നു. വളരെ ആവേശപൂർവ്വമാണ് ഈ യാത്രയിൽ കൊളംബസ് ഭാഗമായത്. പക്ഷേ ഈ യാത്രയിൽ ഒരു വലിയ ദുരന്തമാണ് കൊളംബസിനെ കാത്തിരുന്നത്. കൊളംബസ് ഭാഗമായ ഈ ആദ്യത്തെ പര്യവേഷണ യാത്രയിലെ കപ്പൽ കൊടുങ്കാറ്റിലും വൻ തിരമാലയിലും പെട്ട് തകരുന്നു. രണ്ടായി പിളർന്നു പോയ കപ്പലിൽ നിന്നും കൊളംബസ് കടലിലേക്ക് എടുത്തു ചാടി. കൂടെ ഉണ്ടായിരുന്നവർ പലരും മുങ്ങിത്താഴ്ന്നു. ദിശയറിയാതെ കടലിൽ അകപ്പെട്ടു പോയ കൊളംബസിന് ഒടുവിൽ കപ്പലിന്റെ ഭാഗമായ ഒരു തടിക്കഷ്ണത്തിൽ പിടികിട്ടുന്നു. യാത്ര തുടങ്ങിയത് വേനൽക്കാലത്തായതുകൊണ്ട് തന്നെ കടൽ ജലം അധികം തണുപ്പുള്ളതായിരുന്നില്ല. കൊളംബസ് എങ്ങോട്ടെന്നില്ലാതെ നീന്താൻ തുടങ്ങി. അങ്ങനെ ലക്ഷ്യമില്ലാതെ 6 മൈൽ നീന്തിയ ശേഷമാണ് കൊളംബസ് അങ്ങ് ദൂരെ ഒരു കരഭാഗം കാണുന്നത്. ജീവൻ നിലനിർത്താൻ അങ്ങോട്ടേക്ക് സർവ്വശക്തിയും എടുത്ത് കൊളംബസ് നീന്തി. കൈകൾ തളരുമ്പോൾ തടിക്കഷ്ണത്തിൽ പിടിച്ച് അല്പനേരം വെള്ളത്തിൽ തന്നെ വിശ്രമിക്കും. അങ്ങനെ കൊളംബസ് കടൽ തീരത്തേക്ക് വല്ല വിധേനയും എത്തിച്ചേർന്നു. കൊളംബസ് എത്തിച്ചേർന്നത് തെക്ക് കിഴക്കൻ പോർച്ചുഗലിലെ ലാഗോസ് പട്ടണത്തിനടുത്തുള്ള തീരത്തേക്കായിരുന്നു.
അവിടെ നിന്നും കൊളംബസ് ലിസ്ബണിലേക്കും പിന്നീട് 1447 വടക്കോട്ട് സഞ്ചരിച്ചുകൊണ്ട് ഇംഗ്ലണ്ടിലേക്കും അതുവഴി അയർലൻഡിലേക്കും എത്തിച്ചേരുന്നു. കൊളംബസ് ഈ യാത്രക്കിടെ ഗാൽവേ തുറമുഖത്ത് കുറച്ചുകാലം ചെലവഴിക്കുകയും ഐസ്ലൻഡ് സന്ദർശിക്കുകയും ചെയ്തു. ഈ യാത്രകളിൽ കണ്ടുമുട്ടിയ പല യാത്രക്കാരിൽ നിന്നും മറ്റുമാണ് വടക്കേ അമേരിക്കൻ ഭൂഖണ്ഡത്തെക്കുറിച്ചുള്ള ഊഹാപോഹങ്ങളും മറ്റും കൊളംബസ് ആദ്യമായി അറിയുന്നത്. പിന്നീട് പോർച്ചുഗലിൽ തിരികെ എത്തിയ കൊളംബസ് പോർച്ചുഗലിൽ ഒരു വീട് വാങ്ങുന്നു. അക്കാലത്ത് യൂറോപ്പിലെ പര്യവേഷണങ്ങളിലും കണ്ടെത്തലുകളിലും മുൻപന്തിയിലായിരുന്നു പോർച്ചുഗൽ. ഡോം എൻട്രിക്കിന്റെ നേതൃത്വത്തിൽ അരനൂറ്റാണ്ട് മുൻപാണ് പോർച്ചുഗീസ് ലോകയാത്രകൾ ആരംഭിച്ചു തുടങ്ങിയത്. 1439 അസോർസ് ദ്വീപുകളും 1450കളുടെ അവസാനത്തിൽ കേപ്പ് വെർഡെ ദ്വീപുകളും കണ്ടെത്തിയ നാവികരെ എൻട്രിക്കാണ് സ്പോൺസർ ചെയ്തിരുന്നത്. എങ്കിലും അന്നത്തെ പോർച്ചുഗീസ് നാവിഗേറ്റർമാരുടെയും അവരുടെ സ്പോൺസർമാരുടെയും ഒക്കെ പ്രാഥമിക ലക്ഷ്യം ഇന്ത്യയും ചൈനയും പിന്നെ സുഗന്ധദ്രവ്യ ദ്വീപുകൾ എന്നറിയപ്പെടുന്ന ഈസ്റ്റ് ഇൻഡീസിലെ മെലോക്കസിലേക്കും എത്താനായി കടൽമാർഗം ആഫ്രിക്കയിലൂടെ ഒരു ഷോർട്ട് റൂട്ട് കണ്ടെത്തുക എന്നതായിരുന്നു. എന്നാലും ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ തീരത്തെ പര്യവേഷണം തുടരാൻ പല പോർച്ചുഗൽ ഭരണാധികാരികളും വാദിച്ചപ്പോൾ ചിലർ, അതായത് ഫ്ലോറന്റൈൻ പണ്ഡിതനായ പൗലോ ടസ്കാനിയെ പോലെയുള്ള ചില യൂറോപ്പുകാർ ആഫ്രിക്കയെ മറികടക്കുന്ന ഒരു പടിഞ്ഞാറൻ പാത, അതായത് ഏഷ്യയിലേക്കുള്ള വേഗതയേറിയ പാത കണ്ടെത്തണമെന്ന ആവശ്യത്തെ അനുകൂലിക്കുന്നു. ഈ ആശയങ്ങൾ അന്ന് പോർച്ചുഗലിലെ റോയൽ കോർട്ടിനും നാവികർക്കുമിടയിൽ കാര്യമായ സ്വാധീനം തന്നെ ചെലുത്തി. ഈ ലക്ഷ്യത്തിന്റെ ഭാഗമായി പോർച്ചുഗീസുകാർ ആഫ്രിക്കയിലെ ചെറിയ പ്രാദേശിക രാജ്യങ്ങളുമായുള്ള വ്യാപാര ബന്ധം സ്ഥാപിക്കുകയും അതിലൂടെ പതിയെ പതിയെ ആഫ്രിക്കയുടെ ചെറിയ ചെറിയ പ്രദേശങ്ങൾ കീഴടക്കുകയും ചെയ്തു. ആഫ്രിക്കയുടെ പ്രദേശങ്ങളൊക്കെ കൈവശമാക്കി അതിലൂടെ ഏഷ്യയിലേക്ക് ഒരു എളുപ്പമാർഗം കണ്ടെത്തുക എന്നതായിരുന്നു പോർച്ചുഗീസ് ഭരണാധികാരികളുടെ ലക്ഷ്യം. ഇക്കാലയളവിൽ മറ്റു പല നാവികന്മാരെയും പോലെ തന്നെ കൊളംബസും ആഫ്രിക്കയുമായി കൂടുതൽ വ്യാപാര ബന്ധത്തിൽ ഏർപ്പെടുന്നുണ്ട്. ഇന്നത്തെ ഗാമയിലെ എൽ നീനവരെയും പോർച്ചുഗീസ് വ്യാപാര കേന്ദ്രം കൊണ്ടെത്തിക്കാൻ കൊളംബസിന് അന്ന് കഴിഞ്ഞു. ഇതിനായി ആഫ്രിക്കൻ തീരത്തുകൂടി കപ്പൽ നയിക്കുമ്പോൾ അദ്ദേഹം തന്റെ നാവിഗേഷനും കാർട്ടോഗ്രാഫിക് സ്കിൽസും ഒക്കെ മെച്ചപ്പെടുത്തുന്നു. മുൻപരിചയമില്ലാത്ത കപ്പൽപാതകളിലൂടെ കപ്പലിനെ നയിക്കാനുള്ള പാഠവും പരിചയസമ്പത്തും ഈ യാത്രകളിൽ അദ്ദേഹം നേടിയെടുക്കുന്നുമുണ്ട്. 1479 ലിസ്ബണിൽ തിരിച്ചെത്തിയപ്പോൾ കൊളംബസും അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ ബാർത്തലോമിയയും മാപ്പ്, നാവിഗേഷൻ, കാർട്ടോഗ്രാഫി എന്നിവയിൽ കൂടുതൽ പരിശീലനം നേടി. ഇതേ വർഷം തന്നെ, അതായത് 1478 ജനുവരിയിൽ ഫിലിപ്പ മോണിസ് പെറസ്ട്രല്ല എന്ന യുവതിയുമായി കൊളംബസിന്റെ വിവാഹം നടക്കുന്നു. കൊളംബസ് വിവാഹം കഴിച്ച ഈ ഫിലിപ്പ മോണിസ് ഒരു റോയൽ ഫാമിലിയിലെ അംഗമാണ്. ഫിലിപ്പ മോണസിന്റെ പിതാവ് ബാർട്ടലോമിയ പെറസ്ട്രല്ല ഈ വിവാഹ സമയത്ത് മദീറ എന്ന പേരുള്ള ദ്വീപിന്റെ കോളനിവൽക്കരണത്തിൽ ഏർപ്പെട്ടിരുന്നു. കൂടാതെ പോർട്ടോ എന്ന ഒരു ചെറിയ ദ്വീപിന്റെ ഭരണ ചുമതലയും അദ്ദേഹത്തിന്റെ കൈവശമായിരുന്നു. ബാർട്ടലോമിയ പെറസ്ട്രല്ലെ, അതായത് കൊളംബസിന്റെ ഭാര്യാപിതാവിന്റെ മരണശേഷം ഭാര്യ വീട്ടിലുണ്ടായിരുന്ന കുറച്ച് ദിവസങ്ങൾ അദ്ദേഹം ഭാര്യാമാതാവിൽ നിന്നും ബാർട്ടലോമിയ പെറസ്ട്രല്ലയുടെ യാത്രകളെ പറ്റി കേട്ടറിയുന്നു. മാത്രമല്ല, അന്തരിച്ച ബാർട്ടലോമിയ പെറസ്ട്രല്ലയുടെ നാവിഗേഷൻ ഉപകരണങ്ങളും ചാർട്ടുകളും ഭാര്യാമാതാവ് കൊളംബസിന് സമ്മാനിക്കുകയും ചെയ്തു. 1479 കൊളംബസ് മോണിസ് ദമ്പതികളുടെ ഏക മകനായ ഡീഗോ കൊളംബസ് ജനിക്കുന്നു. 3 വർഷങ്ങൾക്ക് ശേഷം കൊളംബസ് ആഫ്രിക്കയിലേക്കുള്ള ഒരു കപ്പൽ യാത്രയിലിരിക്കെ 1882 1884 ഇടയിൽ കൊളംബസിന്റെ ഭാര്യ മൊണീസ മരണപ്പെടുന്നു. ഇവരുടെ മരണകാരണം എന്താണെന്നോ കൃത്യമായ വർഷമോ ഒന്നും ലഭ്യമല്ല. പക്ഷേ 1882 84 ഇടയിലാണ് മരണം സംഭവിച്ചത് എന്ന് കരുതപ്പെടുന്നു. ഭാര്യ നഷ്ടപ്പെട്ടിട്ടും കൊളംബസ് തന്റെ ജീവിത ലക്ഷ്യങ്ങൾക്കും അദ്ദേഹത്തിന് നൽകിയിരുന്ന ചുമതലകളും വഹിക്കുന്നതിൽ ഒരു വീഴ്ചയും വരുത്താതെ മുന്നോട്ട് പോയി. 1481 ഓഗസ്റ്റിൽ ജോ രണ്ടാമൻ പോർച്ചുഗലിന്റെ ഭരണാധികാരിയാകുന്നു. അതിന്റെ അടുത്ത വർഷം പോർച്ചുഗീസിന്റെ സമുദ്ര സാമ്രാജ്യം കൂടുതൽ വികസിപ്പിക്കാൻ ജോ രണ്ടാമൻ ശ്രമം തുടങ്ങി. ഇതിന്റെ ഭാഗമായി ആഫ്രിക്കയുടെ സൗത്ത് ഭാഗത്തേക്ക് കൂടുതൽ പര്യവേഷണം ചെയ്യാനും സമുദ്ര സാമ്രാജ്യം വർദ്ധിപ്പിക്കുന്നതിനും പോർച്ചുഗീസ് ഭരണാധികാരികൾ ഡിയാഗോ കോവ് എന്ന പര്യവേഷകനെ നിയമിക്കുന്നു. ഒരു പക്ഷേ ഈ യാത്രയായിരിക്കണം ഭൂമധ്യരേഖ കടന്ന് സൗത്തിലേക്ക് കടന്ന ആദ്യ യൂറോപ്യൻ പര്യവേഷണ സംഘം. ഈ കാലയളവിൽ പോർച്ചുഗീസ് നാവികരുടെ യാത്രയും അതിലൂടെയുള്ള നേട്ടങ്ങളും ഒക്കെ യൂറോപ്പിൽ പോർച്ചുഗീസിന് വൻ പ്രശസ്തി തന്നെ നൽകി. അന്നത്തെ പത്രങ്ങളിലൊക്കെ ഈ വിജയങ്ങൾ ആഘോഷിക്കപ്പെടുകയും ചെയ്തു. ഈ സമയത്ത് ഇതൊക്കെ കൊളംബസ് ശ്രദ്ധിക്കുകയും വായിക്കുകയും ചെയ്തതിലൂടെ കൂടുതൽ യാത്രകൾ നടത്താൻ അദ്ദേഹം പ്രേരിതനായി. ഇതിനകം തന്നെ കൊളംബസ് ലാറ്റിൻ, പോർച്ചുഗീസ്, കാസ്റ്റലിയൻ എന്നിവയുൾപ്പെടെ നിരവധി ഭാഷകളിൽ പ്രാവീണ്യം നേടുകയും ചെയ്തു. ഈ സമയം പോർച്ചുഗലിന്റെ മാത്രമല്ല മറ്റ് രാജ്യങ്ങളിലുള്ള പര്യവേഷണ യാത്രകളിലും കൊളംബസ് ശ്രദ്ധ തിരിക്കുന്നുണ്ട്. സൗത്ത് ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോൾ തുറമുഖത്ത് നിന്നും അയർലൻഡിന്റെ പടിഞ്ഞാറ് ഭാഗം ലക്ഷ്യം വെച്ചുകൊണ്ട് നാവികർ കപ്പൽ കയറുന്നതിന്റെ വാർത്തകളും കൊളംബസ് ശ്രദ്ധിക്കുന്നു. ഭൂമിയുടെ വലിപ്പത്തെക്കുറിച്ചുള്ള തന്റെ സിദ്ധാന്തങ്ങളെക്കുറിച്ചും തന്റെ സിദ്ധാന്തങ്ങൾ തെളിയിക്കുന്നതിനുമായി ഏഷ്യയിലേക്ക് ഒരു പടിഞ്ഞാറൻ പാത കണ്ടെത്താനുള്ള സാധ്യതയെക്കുറിച്ചും അദ്ദേഹം ഇറ്റാലിയൻ പരിവേഷകനായ പൗലോ ടസ്കാനിയലുമായി കത്തിടപാടുകൾ നടത്തുന്നു. ഈ പൗലോ ടസ്കാനിനി ഒരു ഗണിതശാസ്ത്രജ്ഞനും ജ്യോതിശാസ്ത്രജ്ഞനും കൂടിയാണ്. പുരാതന എഴുത്തുകാരനായ ടോളമിയുടെ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങളിലും അന്നത്തെ സഞ്ചാരികളുടെ വിവരങ്ങളിൽ നിന്നുമൊക്കെ ഈ ടസ്കലാനി 1474 തന്നെ ലോകത്തിന്റെ ഒരു ഭൂപടം സൃഷ്ടിച്ചു എന്ന് പറയപ്പെടുന്നു. പക്ഷേ ഈ ഭൂപടം അന്ന് അദ്ദേഹത്തിനുള്ള അറിവുകളുടെ അടിസ്ഥാനത്തിലാണ് നിർമ്മിച്ചത്. ശരിക്കും അദ്ദേഹത്തിന്റെ ഈ ഭൂപടം പൂർണ്ണമായിരുന്നില്ല. കൊളംബസും പൗലോ ടസ്കലേനിയെയും ഇസ്ലാമിക ലോകത്തിന്റെയും പുരാതന ഗ്രീസിന്റെ ഭൂമിശാസ്ത്രജ്ഞർ നേടിയ നേട്ടങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു.
ഈ പഠനങ്ങളിൽ കൂടെ കൊളംബസ് തന്റെ നേതൃത്വത്തിൽ ഒരു യാത്രയ്ക്ക് തയ്യാറെടുക്കുകയായിരുന്നു. കാനറി ദ്വീപുകൾ കടന്ന് 2400 നോട്ടിക്കൽ മൈൽ ദൂരമുള്ള ജപ്പാനാണ് ആദ്യം കൊളംബസ് ലക്ഷ്യം വെക്കുന്നത്. ഏകദേശം 1484 കൂടി ജപ്പാനിലേക്കുള്ള പര്യവേഷണത്തിനായി കൊളംബസ് കിങ് ജോ രണ്ടാമന്റെ മുന്നിൽ തന്റെ പ്ലാൻ വിവരിക്കുന്നു. പക്ഷേ ഈ പ്ലാനിൽ കിങ് ജോ രണ്ടാമന് താല്പര്യമുണ്ടായില്ല. എങ്കിലും മറ്റു ഭരണാധികാരികളുമായി കൂടിക്കാഴ്ച നടത്തിയും ചർച്ചകൾ നടത്തിയും യാത്രയ്ക്കുള്ള അനുമതിക്കായി കൊളംബസ് ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ നിരാശയായിരുന്നു ഫലം. ഇതോടെ യാത്ര നടത്തുന്നതിനായി കൊളംബസ് മറ്റൊരു വഴി കണ്ടെത്തി. 1485 ഇംഗ്ലണ്ടിലെ കിങ് ഹെൻറിയെ കണ്ട് സംസാരിക്കാൻ അദ്ദേഹം തീരുമാനിക്കുന്നു. അതിനായി കൊളംബസിന്റെ സഹോദരനായ ബാർത്തലോമിയയെ ഇംഗ്ലണ്ടിലേക്ക് അയക്കുന്നു. പക്ഷേ ഇംഗ്ലണ്ടിലെ കിങ്ങും ഈ പ്ലാനിൽ താല്പര്യം കാണിച്ചില്ല. പക്ഷേ ഇതേ കാലഘട്ടത്തിൽ ഈ കിങ് ഹെൻറി സമാനമായ യാത്രകൾക്ക് സ്പോൺസർ ചെയ്യുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഒരുപക്ഷെ കൊളംബസ് എന്ന ഒരു പുതിയ ആളെ പരിഗണിക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ലാത്തത് കൊണ്ടാകാം കൊളംബസിന്റെ ആവശ്യം അദ്ദേഹം പരിഗണിക്കാത്തത്. അങ്ങനെ ഈ യാത്രയ്ക്കായി സാമ്പത്തിക സഹായത്തിന് കൊളംബസ് ശ്രമങ്ങൾ തുടരുന്ന സമയത്ത് സ്പെയിനിൽ ഒരു പുതിയ ശക്തമായ രാഷ്ട്രം ഉയർന്നു വരുന്നു. 700 വർഷങ്ങൾ സ്പെയിനിനെ അടക്കി വാണിരുന്ന മ്യൂറിഷ് അധിനിവേശം അവസാനിപ്പിച്ചുകൊണ്ട് ഉയർന്നു വന്ന അരഗൺ എന്നും കാസ്റ്റില്ല എന്നും പേരുള്ള 2 ചെറു രാജ്യങ്ങളായിരുന്നു അത്. കാസ്റ്റില്ല രാജ്ഞിയായ ഇസബൽ അരഗോണിലെ രാജാവായ ഫെർണാണ്ടോയെ വിവാഹം കഴിച്ചതോടുകൂടിയാണ് ഇരു രാജ്യങ്ങളും ഒന്നായി നിന്നുകൊണ്ട് നേട്ടങ്ങൾ കൈവരിച്ചത്. ഇവർ പിൽക്കാലത്ത് അമേരിക്കൻ പ്രദേശങ്ങൾ വരെ കീഴടക്കിയവരാണ്. ഇത് മനസ്സിലാക്കിയ കൊളംബസ് 1485 ഫെർഡിനാൻഡ് രാജാവിന്റെയും ഇസബെല്ല രാജ്ഞിയുടെയും അടുത്തേക്ക് തന്റെ പദ്ധതികൾ അവതരിപ്പിക്കാനും യാത്രയ്ക്കായി സാമ്പത്തിക സഹായത്തിനും എത്തിച്ചേരുന്നു. ഇത്തവണ സഹോദരനെ വിടാതെ കൊളംബസ് തന്നെയാണ് സ്പെയിനിൽ എത്തിയത്. സ്പെയിനിലെത്തിയ കൊളംബസ് ആദ്യം പോയത് അന്നത്തെ സ്പെയിനിലെ ഏറ്റവും പ്രധാന സിറ്റികളിലൊന്നായ മദീന സിഡോണിയ എന്ന പ്രവിശ്യയിലേക്കാണ്. അവിടെയുള്ള സമ്പന്നരായ പ്രഭുക്കന്മാരുമായി മറ്റും കൂടിക്കാഴ്ചകൾ നടത്തി താൻ നടത്താൻ പോകുന്ന യാത്രയുടെ പ്രാധാന്യം അവരെ പറഞ്ഞു മനസ്സിലാക്കി 3 കപ്പലുകൾ സ്പോൺസർ ചെയ്യാൻ അവരെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു. അതിനുശേഷം ഇസബെല്ല രാജ്ഞിയെ കാണാനുള്ള അനുമതിക്കായി കൊളംബസ് കാത്തിരിക്കുന്നു. ഈ സമയത്ത് സ്പെയിനിൽ വെച്ച് കൃഷിക്കാരിയായ ബീട്രിസ് എൻട്രിക്സ് ഡെ അരാന എന്ന ഒരു അനാഥ പെൺകുട്ടിയുമായി അദ്ദേഹം പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കുകയും ചെയ്തു. ഈ യുവതിയിൽ കൊളംബസിന് ഒരു മകനുമുണ്ട്. ഫെർഡിനാൻഡ് കൊളംബസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ വിവാഹം കഴിഞ്ഞ് അടുത്ത വർഷം, അതായത് 1486 കൊളംബസ് എന്ന പര്യവേഷകന്റെ ശ്രമങ്ങൾക്കൊക്കെ ഫലം കണ്ടു തുടങ്ങി. അതിൽ എടുത്തു പറയേണ്ടത് 1486 മെയ് മാസത്തിൽ ഇസബെല്ല രാജ്ഞിയുമായുള്ള കൂടിക്കാഴ്ച സാധ്യമായി എന്നതാണ്. വളരെ പ്രോത്സാഹജനകമായ ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം കൊളംബസ് അവതരിപ്പിച്ച യാത്രാ പ്ലാനുകളെ കുറിച്ച് പഠിച്ച് ഒരു നിർദ്ദേശം നൽകാൻ ഇസബെല്ല രാജ്ഞി ഒരു കമ്മീഷനെ നിയമിക്കുന്നു. ഇടുങ്ങിയ പടിഞ്ഞാറൻ സമുദ്രങ്ങളെ പറ്റിയുള്ള കൊളംബസിന്റെ ഈ തിയറികളിൽ കമ്മീഷന് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും കൊളംബസ് മുന്നോട്ട് വെച്ച യാത്ര ചെയ്യാനുള്ള അനുമതി നിഷേധിക്കുന്ന തരത്തിലുള്ള തീരുമാനങ്ങളല്ല അവരെടുത്തത്. ഇതൊക്കെ 1487 കൊളംബസിനെ രാജകീയ ശമ്പള പട്ടികയിൽ ഉൾപ്പെടുത്താൻ കാരണമാക്കി. ഇതിനിടയ്ക്ക് സ്പെയിനിലുണ്ടായിരുന്ന അവസാന മുസ്ലിം എമിറേറ്റ്സ് ആയ ഗ്രാനഡ എമിറേറ്റ്സ് കീഴടക്കുന്നതിൽ ഇസബെല്ലയും ഫെർഡിനാൻഡും പ്രാഥമികമായ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. അതുകൊണ്ട് തന്നെ കൊളംബസിന്റെ യാത്രാ പ്ലാനുകൾക്ക് അനുമതി ലഭിക്കാൻ അല്പം കൂടെ വൈകി. ഇതിൽ നിരാശനായിരുന്നുവെങ്കിലും എപ്പോഴും തളരാതെ ക്ഷമയോടെ കാത്തിരിക്കാൻ കൊളംബസ് തയ്യാറായി. എങ്കിലും ഈ സമയത്തും കൊളംബസ് തന്റെ സഹോദരങ്ങൾ വഴി യാത്രാ സഹായത്തിന് പോർച്ചുഗൽ സർക്കാരിനോടും ഫ്രാൻസ് സർക്കാരിനോടും കൂടിക്കാഴ്ചകൾ നടത്തിക്കൊണ്ടേയിരുന്നു. ഈ സമയത്ത് ഒരു ആഫ്രിക്കൻ നാവികനായ ഡോളർ മയോ ഡയസ് എന്നയാൾ ആഫ്രിക്കൻ തീരം വഴി ഇന്ത്യയിലേക്കുള്ള ഒരു പ്രായോഗിക കിഴക്കൻ പാത കണ്ടുപിടിക്കുന്നു. ഈ സംഭവത്തോടെ പോർച്ചുഗീസ് രാജാവിന് കൊളംബസിൽ ഉള്ള താല്പര്യം കൂടി നഷ്ടപ്പെടുന്നു. വീണ്ടും സ്പെയിനിലെ തന്നെ കമ്മീഷന്റെ മുന്നിൽ തന്റെ പ്ലാനുകൾ നിരത്തി കൊളംബസ് ഫെർഡിനാൻഡിന്റെയും ഇസബെല്ലയുടെയും ഉത്തരവിനായി കാത്തിരിക്കുന്നു. കമ്മീഷന്റെ റിപ്പോർട്ട് ലഭിച്ചപ്പോൾ അവർ അത് അംഗീകരിക്കുകയോ നിരസിക്കുകയോ ചെയ്തില്ല. എന്നാൽ ഗ്രാനഡ എമിറേറ്റ്സ് കീഴടക്കിയ ശേഷം തന്റെ നിർദ്ദേശങ്ങൾ ഒരിക്കൽ കൂടി പരിഗണിക്കാമെന്ന് കൊളംബസിനെ അറിയിക്കുകയും ചെയ്തു. ഇതിനിടയ്ക്ക് ഫ്രാൻസ് രാജാവ് യാത്രയ്ക്ക് പിന്തുണ നൽകാനുള്ള സാധ്യതയുണ്ടെന്ന് കൊളംബസിന്റെ സഹോദരൻ വഴി അറിയുന്നു. അങ്ങോട്ട് പോകുന്നതിന് മുൻപ് ഒരിക്കൽ കൂടി ഗ്രാനഡയുമായി നടക്കുന്ന യുദ്ധഭൂമിയിൽ വെച്ച് ഇസബെല്ല രാജ്ഞിയുമായി കൊളംബസ് ഒരിക്കൽ കൂടി കൂടിക്കാഴ്ച നടത്തി. പക്ഷേ അപ്പോഴും അദ്ദേഹത്തിന്റെ ശ്രമങ്ങൾ പരാജയമായി തന്നെ മാറി. അദ്ദേഹത്തിന്റെ പ്ലാനും തിയറികളും ഒക്കെ അപ്രായോഗികമാണെന്ന് കമ്മിറ്റി കണ്ടെത്തിയത് കൊണ്ടല്ല അങ്ങനെ സംഭവിച്ചത്. മറിച്ച് ഈ യാത്രകൾ വിജയകരമായാൽ കൊളംബസ് ആവശ്യപ്പെട്ട പദവികൾ നൽകാൻ രാജാവും രാജ്ഞിയും തയ്യാറാകാത്തതിനാലാണ് ഈ ചർച്ച പരാജയപ്പെടുന്നത്. ഇതോടെ ഫ്രാൻസിലേക്ക് പോകാനും തന്റെ പദ്ധതിയെ പിന്തുണയ്ക്കാൻ അവിടുത്തെ ഗവൺമെന്റിനെ ബോധ്യപ്പെടുത്താനും അദ്ദേഹം തീരുമാനമെടുക്കുന്നു. എന്നാൽ 1492 ജനുവരി 14 സ്പെയിനിലെ അവസാന മുസ്ലിം കോട്ടയായ ഗ്രാനഡ നഗരം സ്പാനിഷ് സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങുന്നു. ഇതോടെ ഇസബെല്ലയും ഫെർഡിനാൻഡും പെട്ടെന്ന് കൊളംബസിന്റെ സിദ്ധാന്തങ്ങൾക്ക് ചെവി കൊടുക്കാനും അതിൽ ചർച്ചകൾ നടത്താനും തുടങ്ങി. മാത്രമല്ല, ദൗത്യം വിജയിച്ചാൽ കൊളംബസ് ആവശ്യപ്പെടുന്ന സ്ഥാനമാനങ്ങൾ നൽകാൻ അവർ തയ്യാറാവുകയും ചെയ്തു. കൊളംബസ് കണ്ടെത്തുന്ന പുതിയ പ്രദേശങ്ങളിൽ കൊളംബസിനെ വൈസ്രോയിയായും ഗവർണർ ജനറലായും നിയമിക്കാമെന്ന് രാജാവും രാജ്ഞിയും സമ്മതിച്ചതുകൊണ്ട് 1492 ഏപ്രിലിൽ ഇവർ തമ്മിൽ ഒരു കരാറിൽ എത്തിച്ചേരുന്നു.
സ്പാനിഷ് രാജാക്കന്മാർ കൊളംബസിന്റെ ആവശ്യപ്രകാരം 3 ചെറു കപ്പലുകളും ആവശ്യാനുസരണം നാവികരെയും നൽകാൻ ഉത്തരവിടുന്നു. 1492 മെയ് 12 ഗ്രാനഡ വിട്ട കൊളംബസും കൂട്ടരും പാലസ് ഡെ ലാ ഫ്രോണ്ടീന എന്ന തുറമുഖത്ത് എത്തിച്ചേരുന്നു. 1492 മെയ് 22 നീന, പിൻഡ, സാന്റ മറിയ എന്ന പേരുള്ള 3 കപ്പലുകൾ അധികാരികൾ കൊളംബസിന് കൈമാറുന്നു. സാധാരണ കപ്പലുകളേക്കാൾ വളരെ ചെറിയ കപ്പലുകളായിരുന്നു 3 കപ്പലുകളും. നീന, പിൻഡ എന്നീ കപ്പലുകൾ വെറും 15 മീറ്റർ നീളവും 5 മീറ്റർ വീതിയും മാത്രം ഉള്ളവയായിരുന്നു. മൂന്നാമത്തെ കപ്പലായ സാന്റ മറിയ ഇതിലും വലിയ കപ്പലായിരുന്നു. 20 മീറ്റർ നീളവും ഏകദേശം 6 മീറ്റർ വീതിയും ഉള്ള കപ്പലായിരുന്നു ഇത്. കപ്പലുകളിൽ ഈ യാത്രയെ സ്പോൺസർ ചെയ്ത കത്തോലിക്ക രാജാക്കന്മാരുടെ മതഭക്തിയുടെ പ്രതീകമായി വെള്ളപ്രതലത്തിൽ ചുവന്ന നിറം കൊണ്ട് കുരിശുകൾ വരച്ചിരുന്നു. കൊളംബസ് സാന്റ മറിയ എന്ന കപ്പലിൽ മുന്നിൽ നിന്ന് നയിക്കുന്നു. ഈ കപ്പലിന്റെ ഓണറായ ജുവാൻ ഡെ ലേക്കോസ എന്നയാളായിരുന്നു സാന്റ മറിയയുടെ സെക്കൻഡ് കമാൻഡ്. മാർട്ടിൻ അലോൻസ എന്ന നാവികൻ പിൻഡ എന്ന ചെറു കപ്പലിന്റെ ക്യാപ്റ്റനായപ്പോൾ അദ്ദേഹത്തിന്റെ ഇളയ സഹോദരനായ വിസന്റെ യെനീസ് പിൻസോൺ ആയിരുന്നു നീന എന്ന ചെറു കപ്പലിന്റെ ക്യാപ്റ്റനായി നിയമിക്കപ്പെട്ടത്. കൊളംബസിന്റെ ഈ യാത്രയിൽ പിൻഡ ഷിപ്പിന്റെ ക്യാപ്റ്റനാകുന്നതിന് മുൻപ് ഈ മാർട്ടിൻ അലോൻസയ്ക്ക് ജപ്പാനിലേക്കുള്ള പടിഞ്ഞാറൻ യാത്രയെക്കുറിച്ച് ചില ധാരണകൾ ഉള്ളതായി പറയപ്പെടുന്നു. 1492 ഓഗസ്റ്റ് 3 അറ്റ്ലാന്റിക്കിന് കുറുകെ യാത്ര തിരിച്ച കൊളംബസൻ ടീമും കാനറി ദ്വീപായ ഗൊമേര ദ്വീപിൽ എത്തുന്നു. പക്ഷേ കൊളംബസ് നയിച്ച സാന്റ മറിയയും നീനയും മാത്രമാണ് അന്ന് ഗൊമേരെ ദ്വീപിൽ എത്തിച്ചേർന്നത്. യാത്രക്കിടയിൽ പിൻഡോ കപ്പലിന് ചെറിയ കേടുപാടുകൾ സംഭവിച്ചത് കാരണം ഓഗസ്റ്റ് 24 കഴിഞ്ഞിട്ടും പിൻഡോ ഈ ഗൊമേര ദ്വീപിൽ എത്തിച്ചേർന്നില്ല. കൊളംബസ് ബാക്കിയുള്ള 2 കപ്പലുകളുമായി അടുത്ത ദിവസം ലാസ് പാൽമാസിൽ എത്തി. മാർട്ടിനസ് അലോൺസോയുടെ മേൽനോട്ടത്തിൽ കേടുപാടുകൾ ശരിയാക്കി പിൻഡ ഷിപ്പ് എത്തുന്നതുവരെ അവർ അവിടെ കാത്തുകിടന്നു. ഈ പിൻഡ ഷിപ്പ് കേടുപാടുകളൊക്കെ നികത്തി കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ലാസ് പാൽമാസിൽ എത്തിച്ചേരുകയും ചെയ്തു. വീണ്ടും സെപ്റ്റംബർ 6 രാവിലെ യാത്ര തുടർന്ന കൊളംബസിനും കൂട്ടർക്കും കാലാവസ്ഥ വളരെയധികം പ്രതികൂലമായിരുന്നു. 3 കപ്പലുകളും സെപ്റ്റംബർ 9 വരെ ശക്തമായ കാറ്റിൽപ്പെട്ടു. നിയന്ത്രിക്കാൻ 3 കപ്പലുകളിലെയും ക്യാപ്റ്റന്മാർ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. കൂട്ടം തെറ്റി പോകാതിരിക്കാനാണ് അവർ കൂടുതലും ശ്രദ്ധിച്ചത്. കാറ്റ് അല്പമെങ്കിലും ശമിച്ച് കാലാവസ്ഥ അനുകൂലമായത് 4ാമത്തെ ദിവസമായിരുന്നു. അപ്പോഴേക്കും തങ്ങളുടെ സ്ഥാനം എവിടെയാണെന്ന് കൊളംബസ് കോമ്പസും മറ്റ് നാവിഗേഷൻ ഉപകരണങ്ങളും കൊണ്ട് നിർണ്ണയിക്കുന്നു. ശേഷം അനുകൂലമായ കാറ്റും കാലാവസ്ഥയും കൃത്യമായി ഉപയോഗിച്ചുകൊണ്ട് കൊളംബസ് 3 കപ്പലുകളെയും മുന്നോട്ട് നയിക്കുന്നു. അറ്റ്ലാന്റിക്കിന് കുറുകെയുള്ള ഈ യാത്രയിൽ കൊളംബസ് കപ്പലുകളിൽ 1 വർഷത്തേക്കുള്ള ആഹാര സാധനങ്ങൾ കരുതിയിരുന്നു. ഉണക്ക ഇറച്ചിയും ആവശ്യത്തിന് വൈനും സ്കർവിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഫ്രൂട്ട്സും ഒക്കെ കരുതിയിരുന്നു. ഇപ്പോൾ പോകുന്ന ദിശയിൽ സഞ്ചരിച്ചാൽ വളരെ വേഗം കരയിലെത്തുമെന്ന് കൊളംബസ് കൂടെയുള്ളവർക്ക് ഇടയ്ക്കിടെ ഉറപ്പ് നൽകുന്നുണ്ട്. എന്നാൽ വളരെ ദൂരം ദിവസങ്ങളോ ആഴ്ചകളോ എടുത്ത് മാത്രമേ തങ്ങളുടെ ലക്ഷ്യത്തിൽ എത്താൻ സാധിക്കൂ എന്നുള്ള സത്യം അദ്ദേഹം മറ്റുള്ളവരിൽ നിന്നും മറച്ചുവെച്ചു. 3 കപ്പലിലെയും തുഴക്കാർ മാറി മാറി തുഴഞ്ഞുകൊണ്ടും കാറ്റിന്റെ സഹായത്തോടെ പായ്മരങ്ങൾ നിയന്ത്രിച്ചും അവർ കടലിലൂടെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും ലക്ഷ്യം അധികം ദൂരെയല്ല എന്നുള്ളത് കപ്പലിലുള്ളവരെ കൊളംബസ് വിശ്വസിപ്പിച്ചുകൊണ്ടേയിരുന്നു. അങ്ങനെ സെപ്റ്റംബർ 19 വരെ അവർ കാനറി ദ്വീപുകളിൽ നിന്നും പടിഞ്ഞാറേക്ക് 1000 മൈൽ ദൂരം സഞ്ചരിച്ചു കഴിഞ്ഞിരുന്നു. അന്നുവരെയും അവർക്ക് കാലാവസ്ഥയും കാറ്റും ഒക്കെ അനുകൂലമായിരുന്നു. പക്ഷേ സെപ്റ്റംബർ 20 കാറ്റിന്റെ ഗതി മാറി. കാറ്റ് അവർക്കെതിരെ തിരിഞ്ഞു. മാത്രമല്ല കാലാവസ്ഥയിലും മാറ്റങ്ങൾ സംഭവിച്ചു. അറ്റ്ലാന്റിക് സമുദ്രം ആകെ കലുഷിതമായി. അപ്പോഴും ജോലി ചെയ്യുന്നവർക്ക് കൊളംബസും മറ്റ് നാവികരും തങ്ങൾ നേടാൻ പോകുന്ന നേട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞ് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നുണ്ട്. കൊടുങ്കാറ്റിലും അറ്റ്ലാന്റിക് സമുദ്രത്തിന്റെ വൻ തിരകളിലും അവർ ആവേശത്തോടെ തുഴഞ്ഞു മുന്നേറി. ഒക്ടോബർ മാസം വന്നെത്തി. ഒക്ടോബറിലെ ആദ്യ ആഴ്ചകളിലും കപ്പൽ ആവേശത്തോടെ തന്നെയാണ് മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരുന്നത്. ഒക്ടോബർ 6 ജപ്പാനിൽ എത്തുമെന്നാണ് കൊളംബസ് കരുതിയത്. പക്ഷേ ആദ്യ ആഴ്ച പിന്നിട്ടിട്ടും അവർക്ക് ഒരു കരപ്രദേശത്തിന്റെ സാധ്യതകൾ പോലും കാണാൻ സാധിച്ചില്ല. ഇതോടെ നീന കപ്പലിന്റെ ക്യാപ്റ്റനായ മാർട്ടിനസ് അലോൺസോ കൊളംബസിനോട് കപ്പൽ പോകുന്ന ദിശ തെറ്റാണെന്നും ദിശ മാറ്റണമെന്നും നിർദ്ദേശിക്കുന്നു. പക്ഷേ 2 ദിവസത്തിനുള്ളിൽ ചൈന എത്തുമെന്ന പ്രതീക്ഷയിൽ കൊളംബസ് പടിഞ്ഞാറ് ദിക്കിലേക്ക് യാത്ര തുടർന്നു. അങ്ങനെ മുന്നേറുമ്പോൾ തെക്കു പടിഞ്ഞാറ് ഭാഗത്തേക്ക് പോകുന്ന ഒരു പക്ഷിക്കൂട്ടത്തെ അവർ കണ്ടു. ഒന്നുകിൽ പക്ഷികൾ കരപ്രദേശത്ത് നിന്ന് വന്നതാകാം, അതല്ലെങ്കിൽ ഏതെങ്കിലും കരപ്രദേശത്തേക്ക് പോകുന്നതുമാകാമെന്ന് കൊളംബസ് ചിന്തിച്ചു. എന്തായാലും കൊളംബസ് പക്ഷിക്കൂട്ടങ്ങൾ പോയ ഭാഗത്തേക്ക് തന്നെ പോകാൻ തീരുമാനിക്കുന്നു. പക്ഷേ ഈ തീരുമാനത്തോട് മറ്റ് 2 കപ്പലിലെയും ക്യാപ്റ്റന്മാർക്ക് യോജിപ്പില്ലായിരുന്നു. പക്ഷേ കൊളംബസ് പറയുന്നത് കേൾക്കുക എന്നതാണ് അവരുടെ ജോലി. അതുകൊണ്ട് തന്നെ അവർക്ക് കൊളംബസിനെ പിന്തുടർന്നു പോകേണ്ടി വന്നു. 1492 ഒക്ടോബർ 10 ആയപ്പോഴേക്കും അസ്വസ്ഥരായിരുന്ന സാന്റ മറിയ കപ്പലിലെ ജീവനക്കാർ കലാപത്തിലേക്ക് നീങ്ങി തുടങ്ങി. അവർ കൊളംബസിനോട് ഈ ലക്ഷ്യമില്ലാത്ത യാത്രയിലെ തങ്ങളുടെ അതൃപ്തി പ്രകടിപ്പിച്ചു. അവരുടെ അസ്വസ്ഥത മനസ്സിലാക്കിയ കൊളംബസ് 4 ദിവസങ്ങൾ കൂടി യാത്ര ചെയ്തിട്ട് കര കണ്ടില്ലെങ്കിൽ തിരികെ പോകാമെന്ന് അവർക്ക് വാക്കുകൊടുത്തു. അങ്ങനെ കൊളംബസിന്റെ നിർദ്ദേശാനുസരണം ഗതി മാറി തെക്ക് പടിഞ്ഞാറ് ദിശയിലേക്ക് അവർ യാത്ര തുടർന്നു. ഒടുവിൽ 2 ദിവസങ്ങൾക്ക് ശേഷം, അതായത് ഒക്ടോബർ 12 അതിരാവിലെ 2 മണിക്ക് പിൻഡ കപ്പലിന്റെ ക്യാപ്റ്റനായ റോഡ്രിഗോ അങ്ങ് അകലെയായി ഒരു കരപ്രദേശം കണ്ടതായി ഉറക്കെ വിളിച്ചു പറഞ്ഞു. 3 കപ്പലിലുള്ളവരുടെയും മുഖത്ത് സന്തോഷം തെളിഞ്ഞു.
ഒടുവിൽ അവർ അറ്റ്ലാന്റിക് മറികടന്നിരിക്കുന്നു. ഇന്ന് വരെ യൂറോപ്പിൽ നിന്ന് ആരും തന്നെ വന്നിട്ടില്ലാത്ത ഒരു ഭൂപ്രദേശത്തേക്കാണ് അവർ വന്നെത്തിയിരിക്കുന്നത്. അവർ ആർത്ത് വിളിച്ച് ആഹ്ലാദിച്ചു. അറ്റ്ലാന്റിക് മറികടക്കാൻ തന്റെ കപ്പലുകളെ നയിക്കുന്നതിലും ലക്ഷ്യം കണ്ടെത്തുന്നതിലും കൊളംബസ് വിജയിച്ചു. പക്ഷേ കൊളംബസ് ലക്ഷ്യം വെച്ച ജപ്പാൻ ആയിരുന്നില്ല അവർ എത്തപ്പെട്ട പ്രദേശം. എന്തായാലും കപ്പലുകൾ കരയിലേക്ക് അടുപ്പിക്കാൻ അദ്ദേഹം നിർദ്ദേശം നൽകി. കനേരിയൻ ദ്വീപിൽ നിന്ന് യാത്ര തുടങ്ങിയിട്ട് 33 ദിവസങ്ങൾക്ക് ശേഷമാണ് അവർ ആദ്യമായി ഒരു കരപ്രദേശം കണ്ടത്. കപ്പലിൽ നിൽക്കുമ്പോൾ തന്നെ കരപ്രദേശത്ത് ഈ കപ്പലിനെ കണ്ട് അവിടെയുള്ള ഗോത്രവർഗം തടിച്ചു കൂടുന്നത് അവർ കണ്ടു. ദ്വീപിലുള്ളവരെ കൊളംബസ് സസൂക്ഷ്മം നിരീക്ഷിച്ചു. ഇവർ അപകടകാരികളാണോ എന്നൊന്നും പറയാൻ പറ്റില്ല. അവരുടെ കയ്യിൽ ആയുധങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല എല്ലാവരും നഗ്നരാണ്. അവരുടെ മൂവ്മെന്റ് ഒക്കെ ശ്രദ്ധിച്ച കൊളംബസ് അവർ അക്രമകാരികളല്ല എന്ന് മനസ്സിലാക്കി. കപ്പലിൽ വരുന്നവർ ആരാണ് എന്നൊക്കെയുള്ള ഉത്കണ്ഠ അവരിലുണ്ട്. കൊളംബസും കുറച്ചു പേരും ചേർന്ന് ഒരു കൊച്ചു ബോട്ടിൽ അവരുടെ അടുത്തേക്ക് പോകാൻ തീരുമാനിച്ചു. പുതിയ സ്ഥലമാണ്, അവർ ആരാണ് എന്താണ് എന്നൊന്നും അറിയുകയില്ല. അതുകൊണ്ട് തന്നെ കൊളംബസും കൂട്ടരും ആയുധങ്ങൾ കയ്യിൽ കരുതിയിരുന്നു. മാത്രമല്ല കൊളംബസ് തന്റെ കയ്യിൽ ഒരു ബൈബിളും എടുത്തിരുന്നു. അവർ കടൽക്കരയിലേക്ക് എത്തി. കൊളംബസിനെയും കൂട്ടരെയും കണ്ട ഗോത്രവർഗ്ഗക്കാർ ഭയന്ന് പിന്നിലേക്ക് മാറാൻ തുടങ്ങി. ഞങ്ങൾ നിങ്ങളെ ആക്രമിക്കാനോ കീഴടക്കാനോ വന്നവരല്ല എന്നും മറിച്ച് നിങ്ങളെ സത്യമതം പഠിപ്പിക്കാൻ ദൈവം അയച്ചതാണെന്നും ഒരു ബൈബിൾ ഉയർത്തി കാണിച്ചുകൊണ്ട് കൊളംബസ് ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു. കൊളംബസ് അന്ന് അവരോട് ഏത് ഭാഷയിലാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചതെന്നറിയില്ല. എങ്കിലും അവരെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കി അവരെ സ്വാധീനിക്കാൻ കൊളംബസിന് കഴിഞ്ഞു. അപകടം ഇല്ലെന്ന് മനസ്സിലാക്കിയ ഈ ഗോത്രവർഗ്ഗക്കാർ കൊളംബസിനെയും കൂട്ടരെയും ബഹുമാനപൂർവ്വം തന്നെ സ്വീകരിച്ചു. ടിനോ എന്ന ഗോത്രവർഗ്ഗക്കാരാണ് ഈ ദ്വീപിൽ ഉണ്ടായിരുന്നത്. കൃഷിയായിരുന്നു ഈ ഗോത്രക്കാരുടെ പ്രധാന ജീവിതമാർഗം. മാത്രമല്ല നല്ല ഭംഗിയുള്ള മൺകലങ്ങളും പാത്രങ്ങളും അവർ നിർമ്മിച്ച് ഉപയോഗിച്ചിരുന്നു. കൊളംബസ് ലക്ഷ്യം വെച്ചത് ജപ്പാൻ ആണെങ്കിലും ഇപ്പോൾ വന്നെത്തിയിരിക്കുന്നത് അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഭാഗമായ ബഹാമാസ് എന്നറിയപ്പെടുന്ന ഒരു ദ്വീപിലാണ്. അങ്ങനെ വഴിതെറ്റിയാണെങ്കിലും അമേരിക്കൻ ഭൂഖണ്ഡത്തിലേക്ക് എത്തിച്ചേരുന്ന ആദ്യ യൂറോപ്യനായി കൊളംബസ് ചരിത്രത്തിൽ ഇടം നേടുന്നു. പ്രാദേശികമായി ഗുവാനാഹാനി എന്നറിയപ്പെടുന്ന ഈ ദ്വീപിന് കൊളംബസ് സാൻ സാൽവഡോർ എന്ന് പുനർനാമകരണം ചെയ്യുന്നു. കൊളംബസിനെയും കൂട്ടരെയും വളരെ ആദരപൂർവ്വം സ്വീകരിച്ച ഈ ടിനോ എന്ന ഗോത്രവർഗ്ഗക്കാരെ പറ്റി കൊളംബസ് പിന്നീട് എഴുതിയത് അവർ ദരിദ്രരാണെങ്കിലും അവർ വളരെ വിനയമുള്ളവരും മറ്റുള്ളവരെ ബഹുമാനത്തോടെ ട്രീറ്റ് ചെയ്യുന്നവരും ആണെന്നാണ്. ഈ കുറിപ്പിൽ കൊളംബസ് ഇവരെ വിശേഷിപ്പിച്ചത് ഇൻഡീസുകാർ എന്നായിരുന്നു. 2 ദിവസം കഴിഞ്ഞ്, അതായത് 1492 ഒക്ടോബർ 12-ന് സാൻ സാൽവഡോർ ദ്വീപിനെ കുറിച്ച് പഠനങ്ങൾ നടത്തിയ ശേഷം തങ്ങൾ എത്തിയത് ജപ്പാനിലല്ല എന്ന് കൊളംബസ് മനസ്സിലാക്കി. കൊളംബസും കൂട്ടരും അമേരിക്കൻ ഭൂഖണ്ഡത്തിലെ മറ്റു ദ്വീപുകളും സന്ദർശിക്കുന്നുണ്ട്. റാംകെ ദ്വീപിലേക്കും അവിടെ നിന്ന് ലോങ് ഐലൻഡിലേക്കും 16-ാം തീയതിയോടെ തന്റെ സംഘത്തെ നയിക്കാൻ കൊളംബസിന് കഴിഞ്ഞു. അതുപോലെ തന്നെ പല പ്രദേശങ്ങളിലും കൊളംബസും കൂട്ടരും സന്ദർശനം നടത്തി. ഇവരുടെ ലക്ഷ്യം സ്വർണവും മറ്റു വിലപിടിപ്പുള്ള വസ്തുക്കളും ലഭ്യമാകുന്ന പ്രദേശം തന്നെയായിരുന്നു. പക്ഷേ അവർ സന്ദർശിച്ച സ്ഥലങ്ങളിലെ ആളുകൾ വളരെ വൈകിയാണ് അത് മനസ്സിലാക്കിയത്. പലയിടങ്ങളിലും അവർ സന്ദർശിച്ചുവെങ്കിലും ഒരിടത്തും സ്വർണമൊന്നും അവർക്ക് ലഭിച്ചതുമില്ല. പക്ഷേ അവിടെയുള്ള അജ്ഞാതമായ സസ്യജാലങ്ങളിൽ അവർ അത്ഭുതപ്പെട്ടു. മാത്രമല്ല അവർ നിൽക്കുന്ന സ്ഥലത്ത് നിന്നും വെറും 2 ദിവസത്തെ കടൽ യാത്ര കൊണ്ട് ജപ്പാനിൽ എത്തിച്ചേരാമെന്നും കൊളംബസ് മനസ്സിലാക്കി. കൊളംബസ് അവിടുത്തെ തദ്ദേശവാസികളിൽ നിന്ന് ലഭിച്ച വിവരമനുസരിച്ച് ജപ്പാൻ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. 1492 ഒക്ടോബർ 23-ന് വീണ്ടും അവിടെ നിന്നും അവർ കപ്പൽ യാത്ര ആരംഭിക്കുന്നു. 2 ദിവസത്തെ യാത്ര എന്ന് കരുതിയാണ് അവർ യാത്ര ആരംഭിച്ചത്. പക്ഷേ കൊളംബസിന് ലഭിച്ച സൂചനകൾ അനുസരിച്ച് യാത്ര തുടങ്ങിയ അവർക്ക് 5 ദിവസങ്ങളാണ് യാത്ര ചെയ്യേണ്ടി വന്നത്. ഒക്ടോബർ 28-ന് ജപ്പാനിലേക്ക് എത്തും എന്ന് കരുതിയുള്ള ഈ യാത്ര ലക്ഷ്യം തെറ്റി ചെന്നെത്തിയത് ക്യൂബയിലായിരുന്നു. വളരെ നല്ല തുറമുഖങ്ങളും ആഴമേറിയ നദികളും നിറഞ്ഞ തന്റെ കണ്ണുകളാൽ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മനോഹരമായ സ്ഥലമെന്നാണ് അദ്ദേഹം ഈ സ്ഥലത്തെ, അതായത് ക്യൂബയെ വിശേഷിപ്പിച്ചത്. ജപ്പാനെ കുറിച്ചുള്ള തന്റെ വിവരണത്തിൽ മാർക്കോ പോളോ എഴുതിയ സ്വർണ്ണമുത്തുകളുടെയും വിലയേറിയ കല്ലുകളുടെയും ഒരടയാളവും അദ്ദേഹം കാണാതായപ്പോൾ അത് ചൈനീസ് മെയിൻലാൻഡ് ആണെന്ന് അദ്ദേഹം കരുതി. കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു അറബിക് വ്യാഖ്യാതാവായ ഗ്രാൻഡ് ഖാനിന്റെ നേതൃത്വത്തിൽ ചൈനീസ് എംപററായ ഹോങ്ജിക്ക് സ്പെയിൻ രാജാവ് ഫെർഡിനാൻഡിന്റെയും ഇസബെല്ലയുടെയും കത്തുകൾ കൊളംബസ് കൊടുത്തുവിട്ടു. പക്ഷേ ഈ കത്തുമായി ചെന്നെത്തിയ ടീം ചെന്നെത്തിയത് ഒരു ഗ്രാമത്തലവൻ മാത്രമായ ഒരാളുടെ അടുത്തായിരുന്നു. ഇതോടെ തിരിച്ചുപോയ ടീം തങ്ങൾക്ക് തെറ്റുപറ്റി എന്നുള്ള വിവരം കൊളംബസിനെ അറിയിക്കുന്നു. ഇതിനിടയ്ക്ക് കൊളംബസ് ചെന്നെത്തുന്ന ഇടങ്ങളിൽ ആളുകളെ നിർബന്ധിത മതം മാറ്റത്തിനും ശ്രമിക്കുന്നുണ്ട്. അവിടെയുള്ളവരെ മതം മാറ്റി സ്പാനിഷ് ജനതയോട് കൂറുള്ളവരാക്കി അവരെ ഇനി വരുന്ന സ്പാനിഷ് കടൽ യാത്രക്കാരെ സേവിക്കാൻ ഉപയോഗിക്കുക എന്നതായിരുന്നു കൊളംബസ് ഈ മതം മാറ്റത്തിലൂടെ ലക്ഷ്യം വെച്ചത്. ക്യൂബയിലും അമേരിക്കയിലും കൊളംബസ് ഈ മതപരിവർത്തനം നടത്തിയിരുന്നു. ചൈനീസ് വൻകര എന്ന് തോന്നിക്കുന്ന ഒന്നും തന്നെ കണ്ടെത്താൻ കൊളംബസിന് കഴിയാതെ വന്നതോടെ നവംബർ 10 ആയപ്പോഴേക്കും ബനേക്യോ ദ്വീപിലേക്ക് അവർ യാത്ര തിരിച്ചു. കൊളംബസ് ബനേക്യോ ദ്വീപിലേക്ക് പോകാൻ കാരണം അവിടെ കടൽ തീരങ്ങളിൽ സ്വർണം കൊണ്ട് പൊതിഞ്ഞ കല്ലുകളുണ്ടെന്ന് ഈ ക്യൂബയിലുള്ള ചില പ്രദേശവാസികൾ പറഞ്ഞതുകൊണ്ടാണ്. കൊളംബസിന്റെ യാത്രയിൽ പലപ്പോഴും ഇതുപോലെ കൊളംബസിന്റെ അത്യാഗ്രഹം തെളിയിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ ഈ യാത്ര തുടങ്ങിയത് മുതൽ പ്രതികൂലമായ കാലാവസ്ഥ കാരണം കൊളംബസിനും കൂട്ടർക്കും മുന്നോട്ട് ഒട്ടും തന്നെ പോകാൻ പറ്റാതെ ക്യൂബയിൽ
ഇന്ത്യയിലെ തന്നെ പല തുറമുഖങ്ങളിലും അടുപ്പിക്കേണ്ടി വന്നു. ബനേക്കെ ദ്വീപിലേക്ക് പോകാനായി അനുകൂലമായ ഒരു കാലാവസ്ഥയ്ക്കായി കൊളംബസ് കാത്തിരുന്നു. എങ്കിലും ക്യൂബൻ തീരങ്ങളിൽ അവർ യാത്ര തുടരുകയും ചെയ്തു. അതിനിടയ്ക്ക് കൊളംബസ് ടിനോ ഹെയ്റ്റി എന്ന് പേരുള്ള ഒരു ദ്വീപിൽ എത്തിച്ചേർന്നു. ഡിസംബർ 16 അദ്ദേഹം അവിടെയുള്ള ഒരു ദ്വീപ് തലവനെ സന്ദർശിക്കുന്നു. ഈ സന്ദർശനത്തിൽ തലവന്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ ശരീരത്തിൽ കണ്ട സ്വർണ്ണാഭരണങ്ങൾ കണ്ട് കൊളംബസ് വളരെയധികം ആവേശത്തിലായി. സ്വർണം എവിടെ നിന്നാണ് അവർക്ക് കിട്ടിയത് എന്നൊക്കെ കൊളംബസ് അന്വേഷണം തുടങ്ങി. അവിടെ തന്നെയുള്ള ഒരു പ്രദേശവാസിയുടെ സഹായത്തോടെ സ്വർണം കൂടുതലുള്ളത് കിഴക്ക് ഭാഗത്തുള്ള സ്ഥലത്താണെന്ന് കൊളംബസ് മനസ്സിലാക്കി. കാലാവസ്ഥ അല്പം അനുകൂലമായപ്പോൾ തന്നെ കൊളംബസ് കിഴക്ക് ദിശയിലേക്ക് യാത്ര ആരംഭിച്ചു. 22-ാം തീയതി ഈ യാത്ര ചെന്നു നിന്നത് അക്വൽബേ എന്ന ദ്വീപിലേക്കായിരുന്നു. അവിടുത്തെ ജനത അല്പം പരിഷ്കൃതരായിരുന്നു. മാത്രമല്ല അവിടെയുള്ള ഗോത്രങ്ങളിലുള്ളവർ കൊളംബസിന് സ്വർണത്തിന്റെ ചെറു കഷ്ണങ്ങൾ സമ്മാനമായി നൽകുകയും ചെയ്തു. അങ്ങനെ 2 ദിവസങ്ങൾക്ക് ശേഷം ഗ്വാക്കനാഗഡി എന്ന ഗോത്രവർഗത്തിൽ നിന്നും ഒരു സന്ദേശം കൊളംബസിന് ലഭിച്ചു. നോർത്ത് വെസ്റ്റ് ഹെയ്ത്തിയിലുള്ളവരാണ് ഈ ഗ്വാക്കനാഗഡി എന്ന ഗോത്രവർഗം. ഇവർ നൽകിയ സന്ദേശം അനുസരിച്ച് കരീബിയൻ ദ്വീപായ ഹിസ്പാനിയോള എന്ന സ്ഥലത്താണ് കൂടുതൽ സ്വർണമുള്ളതെന്ന് കൊളംബസ് മനസ്സിലാക്കി. ഈ സന്ദേശം ലഭിച്ചതോടെ ക്രിസ്മസിന്റെ തലേ ദിവസം, അതായത് 1492 ഡിസംബർ 24 വൈകിട്ട് തന്നെ ഹിസ്പാനിയോളയിലേക്ക് യാത്ര തിരിക്കാൻ കൊളംബസ് എല്ലാവരോടും നിർദ്ദേശം നൽകി. അങ്ങനെ 3 കപ്പലുകളും കൊളംബസിന്റെ നേതൃത്വത്തിൽ ഹിസ്പാനിയോള ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. അന്ന് രാത്രിയിൽ അവരുടെ യാത്ര ക്രിസ്മസ് ആഘോഷങ്ങളോടുകൂടി തന്നെയായിരുന്നു. കൊളംബസ് നയിച്ച സാന്റാ മറിയ കപ്പലിലുള്ളവരൊക്കെ മദ്യപിച്ചും നൃത്തം വെച്ചും ക്രിസ്മസ് ആഘോഷമൊക്കെ നടത്തി. രാത്രി വൈകിയപ്പോൾ കപ്പലിലുള്ളവർ കൂടുതൽ പേരും ബോധം കെട്ട് ഉറങ്ങി. കാലാവസ്ഥ ആകെ മാറി. കാറ്റിന്റെ ശക്തി കൂടിയതോടെ തിരമാലകൾ ആഞ്ഞു വീശി തുടങ്ങി. കാലാവസ്ഥ രൂക്ഷമായതോടെ ഉണർന്നിരുന്ന ഒരു കൊച്ചു പയ്യൻ കൊളംബസിനെയും കൂട്ടരെയും വിളിച്ചുണർത്തി. പക്ഷേ അപ്പോഴേക്കും ഒരു തിരമാല ശക്തമായി സാന്റാ മറിയയിൽ വന്നടിച്ചു. വലിയ കേടുപാടുകൾ ഉണ്ടാക്കിക്കൊണ്ടാണ് ഈ തിരമാല കടന്നുപോയത്. ഇതോടെ സാന്റാ മറിയയിലേക്ക് വെള്ളം കയറി തുടങ്ങി. ഈ സംഭവം നടക്കുമ്പോൾ കൂടെ യാത്ര ചെയ്തിരുന്ന പിന്റ, നീന എന്നീ കപ്പലുകൾ നിയന്ത്രിക്കുന്നതിൽ അവർ വിജയിച്ചു. എങ്കിലും പിന്റ എന്ന കപ്പൽ കൂട്ടം തെറ്റി ദിശ മാറി ഒഴുകിപ്പോയി. പക്ഷേ നീന കപ്പൽ അപ്പോഴും സുരക്ഷിതമാണെന്ന് മനസ്സിലാക്കിയ സാന്റാ മറിയയിലെ സെക്കൻഡ് കമാൻഡും ഷിപ്പിന്റെ ഓണറുമായ ആൾ കടലിലേക്ക് എടുത്തു ചാടി നീന കപ്പലിൽ എത്തി. ഈ നീന കപ്പലിന്റെ ക്യാപ്റ്റൻ അയാളെ ശകാരിച്ചു. കപ്പൽ മുങ്ങാതിരിക്കാൻ അവരെ സഹായിക്കുന്നതിന് പകരം ഇറങ്ങി ഓടുകയാണോ എന്നാണ് അയാളോട് നീന ക്യാപ്റ്റൻ ചോദിച്ചത്. ഇതേ സമയം കൊളംബസും കൂടെയുള്ളവരും കപ്പൽ മുങ്ങാതിരിക്കാൻ കഴിവതും ശ്രമിച്ചു. ഒടുവിൽ കപ്പലിലുള്ള സാധനങ്ങളും മറ്റും നീന കപ്പലിലേക്ക് മാറ്റാൻ കൊളംബസ് ഓർഡർ നൽകി. ഭാരം കുറഞ്ഞതോടെ കപ്പലിൽ വെള്ളം കയറുന്നതിന്റെ വേഗതയും കുറഞ്ഞു. കടലിനോടും തിരകളോടും മല്ലടിച്ച ആ രാത്രിയിൽ കൊളംബസിന് ആൾനഷ്ടമൊന്നും തന്നെ ഉണ്ടായില്ല. മാത്രമല്ല 2 കപ്പലുകളും ഹിസ്പാനിയോള തീരത്ത് അടുപ്പിക്കാനും കൊളംബസിന് കഴിഞ്ഞു. തീരത്ത് അടുപ്പിച്ചുവെങ്കിലും സാന്റാ മറിയ കടൽ തീരത്ത് തന്നെ വെച്ച് മറ്റൊരു തിരയിൽപ്പെട്ട് തകർന്നു. ഹിസ്പാനിയോള ദ്വീപിലെത്തിയ കൊളംബസ് ഡിസംബർ 26 ഗ്വാക്കനാഗഡി തലവനുമായി ഒരു കൂടിക്കാഴ്ച നടത്തുന്നു. ഗ്വാക്കനാഗഡി ഗോത്രത്തിന്റെ തലവൻ ചില സ്വർണം കൊണ്ടുള്ള സമ്മാനങ്ങൾ കൊളംബസിന് നൽകി. മാത്രമല്ല കൂടുതൽ സ്വർണം ലഭിക്കുന്ന ഖനികൾ ഇവിടെ ഉണ്ടെന്നും പറഞ്ഞു. പക്ഷേ ഹിസ്പാനിയോളയിൽ തന്നെയുള്ള നരഭോജികളായ കരീബിയൻ ഗോത്രവർഗം വലിയ അപകടകാരികളാണെന്നും അവരെ എതിർത്ത് നിൽക്കാനുള്ള ശേഷി നമുക്കില്ല എന്നും ഈ ഗോത്രത്തലവൻ കൊളംബസിനെ അറിയിച്ചു. ഇതോടെ കൊളംബസ് ഈ ഗോത്രത്തലവനെയും കൊണ്ട് നീന കപ്പലിലെത്തി. സാന്റാ മറിയയിൽ നിന്നും ഈ നീനയിലേക്ക് മാറ്റിയ സാധനങ്ങൾക്കിടയിൽ അമ്പും വില്ലും വാളുകളും തോക്കും ഒക്കെ നിറഞ്ഞ ഒരു വലിയ ആയുധശേഖരം അവരെ കാണിച്ചു. മാത്രമല്ല കൊളംബസിന്റെ കൂടെയുള്ള നാവികർ ഒക്കെ ആയുധ പരിശീലനം ഉള്ളവരാണെന്നും അയാളെ പറഞ്ഞു മനസ്സിലാക്കി. അവിടെയുള്ള സ്വർണ്ണഖനി സ്വന്തമാക്കാൻ സ്പെയിൻകാരോടൊപ്പം നിൽക്കാൻ കൊളംബസ് ഈ ഗ്വാക്കനാഗഡി ഗോത്രത്തലവനോട് ആവശ്യപ്പെട്ടു. ആയുധങ്ങളൊക്കെ കണ്ടതോടെ സ്പെയിൻകാരോടൊപ്പം നിൽക്കാൻ തന്നെ ഈ ഗോത്രത്തലവൻ തീരുമാനിച്ചു. ഇങ്ങനെ സ്പെയിൻകാരോട് നിൽക്കാൻ അദ്ദേഹത്തിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. ഈ നരഭോജികളായ ഗോത്രവർഗത്തിന്റെ അവസാനം സംഭവിച്ചാൽ തങ്ങൾക്ക് ഇവിടെ മനസ്സമാധാനത്തോടെ ജീവിക്കാൻ കഴിയും എന്ന് അയാൾ ചിന്തിച്ചു. ഇതോടെ ഹിസ്പാനിയോളയിൽ കടൽ തീരത്ത് നിന്ന് അല്പം മാറി അവർക്ക് താമസിക്കാനായി ഒരു ചെറിയ കോട്ട പോലെ പണിയാൻ കൊളംബസ് തീരുമാനിക്കുന്നു. ഈ ദ്വീപിലെ മരത്തടികളും തകർന്ന സാന്റാ മറിയ കപ്പലിലെ തടികളും ശേഖരിച്ച് അവർ പണി തുടങ്ങി. താരതമ്യേന ഒരു വലിയ കോട്ട തന്നെയാണ് വളരെ കുറച്ച് ദിവസം കൊണ്ട് അവർ അവിടെ പണിതു തീർത്തത്. കൊളംബസ് ഈ കോട്ടയ്ക്ക് ലാ നവിഡാഡ് എന്നാണ് പേരിട്ടത്. ഈ കോട്ടയിൽ താമസിച്ചുകൊണ്ട് ഈ പ്രദേശം കീഴടക്കുകയും ഇവിടെയുള്ള സ്വർണ്ണ ഖനികളിൽ നിന്നും സ്വർണം ശേഖരിക്കുകയും ചെയ്യുക എന്നതായിരുന്നു കൊളംബസിന്റെ ലക്ഷ്യം. എന്തായാലും കടലിൽ വെച്ചുണ്ടായ കൊടുങ്കാറ്റിലും തിരയിലും പെട്ട് കാണാതായ പിന്റ എന്ന കപ്പൽ അന്വേഷിക്കാൻ കൊളംബസ് തീരുമാനിക്കുന്നു. അതിനായി ഈ കോട്ടയുടെ നിയന്ത്രണം അദ്ദേഹം കപ്പലിൽ തന്നെയുള്ള ഒരു ചീഫ് കോൺസ്റ്റബിളായ റോഡ്രിഗോയുടെ മകനായ ഡീഗോ ഡി അരോനിയെ ഏൽപ്പിച്ച് യാത്രയാകാൻ തീരുമാനിക്കുന്നു. അദ്ദേഹം ഈ കോട്ടയിൽ മരപ്പണിക്കാരും പിന്നെ ഫിസീഷ്യൻ, ഒരു തയ്യൽക്കാരൻ, തോക്കുള്ള നാവികർ ഉൾപ്പെടെ 36 പേരെ അവിടെ വിട്ടതിന് ശേഷമാണ് പിന്റ കപ്പൽ തേടി യാത്ര തുടങ്ങിയത്. ആയുധമോ വസ്ത്രമോ പോലും ഇല്ലാത്ത എസ്പാനിയോള ദ്വീപിലെ ആൾക്കാരെ കീഴടക്കാൻ തന്റെ ആൾക്കാർ തന്നെ അധികമാണെന്ന് അദ്ദേഹം കരുതി. 1493 ജനുവരി 4 വെള്ളിയാഴ്ച പിന്റോ കപ്പലിനെ തേടി കൊളംബസ് യാത്ര ആരംഭിച്ചു. മാർട്ടിൽ അലോൺസോ ആയിരുന്നു പിന്റയുടെ കമാൻഡർ. ഈ കപ്പലിനെ കാണാതായിട്ട് 6 ആഴ്ചകൾ കടന്നു പോവുകയും ചെയ്തു. സ്വർണ്ണഖനികളിൽ കൊളംബസ് എത്തുന്നതിന് മുൻപ് എത്താനായി മനഃപൂർവ്വം കൂട്ടം തെറ്റിച്ച് വന്നതാണ് എന്നാണ് കൊളംബസ് ഈ സംഭവത്തെപ്പറ്റി പിന്നീട് എഴുതിയത്.
മാത്രമല്ല ഇതുവരെയുള്ള കണ്ടെത്തലുകൾ സ്പെയിൻ ചക്രവർത്തിയുടെ മുൻപിൽ പോയി ആദ്യം അവതരിപ്പിച്ച് അവരുടെ പ്രിയം നേടി അതിലൂടെ നേട്ടം കൊയ്യാനുള്ള ശ്രമമാണ് ഈ പിന്റ കപ്പലിലെ ക്യാപ്റ്റൻ നടത്തിയതെന്നും കൊളംബസ് ആരോപിക്കുന്നുണ്ട്. എന്തായാലും നീന കപ്പലിൽ അന്വേഷിച്ചിറങ്ങിയ കൊളംബസ് 1493 ജനുവരി 6 ഞായറാഴ്ച രാവിലെ കാണാതെയായ ഈ പിന്റ കപ്പൽ കിഴക്ക് നിന്ന് വരുന്നതായി കാണുന്നു. ആദ്യം കണ്ടുമുട്ടിയപ്പോൾ തന്നെ കൊളംബസ് പിന്റ കപ്പലിലെ ക്യാപ്റ്റനായ മാർട്ടിൻ അനോൾസയുമായി വലിയ വാഗ്വാദത്തിൽ ഏർപ്പെട്ടു. രണ്ടുപേരും പരസ്പരം കുറ്റങ്ങൾ ചുമത്തി. വഴക്കായെങ്കിലും അതൊക്കെ പരിഹരിച്ച് ഇതുവരെയുള്ള കണ്ടുപിടുത്തങ്ങൾ സ്പെയിനിൽ പോയി ചക്രവർത്തിമാരെ അറിയിക്കാൻ ഇരുവരും തീരുമാനിക്കുന്നു. ജപ്പാനോ ചൈനയോ കണ്ടെത്താൻ അവർക്ക് സാധിച്ചില്ല. എങ്കിലും സ്വർണ്ണ നിക്ഷേപമുള്ള സ്ഥലം കണ്ടെത്തിയ വിവരം സ്പെയിൻ ചക്രവർത്തിമാരെ അറിയിക്കാനായി അവർ സ്പെയിനിലേക്ക് യാത്ര തിരിച്ചു. ഓർക്കുക, കൂടെയുണ്ടായിരുന്ന 36 പേരും ഇപ്പോഴുമുള്ളത് എസ്പാനിയോളയിലാണ്. അങ്ങനെ സ്പെയിനിലേക്ക് യാത്ര തിരിച്ച കൊളംബസും കൂട്ടരും ഫെബ്രുവരി പകുതിയായപ്പോൾ സ്പെയിനിൽ എത്തിച്ചേർന്നു. എത്തിയ ഉടനെ കൊളംബസ് ഒരു കത്ത് വഴി രാജാവിനും രാജ്ഞിക്കും തന്റെ കണ്ടെത്തലുകൾ വിശദമാക്കി. കപ്പൽ നഷ്ടമായത് മുതൽ ഹിസ്പാനിയോളയിലെ സ്വർണ്ണശേഖരത്തെ പറ്റിയും പിന്റോ കപ്പൽ കൂട്ടം തെറ്റി യാത്ര ചെയ്തതൊക്കെ കത്തിൽ വിവരിച്ചിരുന്നു. മാത്രമല്ല ഈ കത്തിൽ തിരികെ രണ്ടാമതുള്ള യാത്രയ്ക്ക് വേണ്ടിയുള്ള സാഹചര്യവും അദ്ദേഹം വിവരിച്ചു. ഇതേ കത്തിൽ പക്ഷേ ക്യൂബയെ അദ്ദേഹം ചൈന എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോഴും അദ്ദേഹം ക്യൂബയെ ചൈന എന്ന് തന്നെയായിരിക്കും ധരിച്ചിരുന്നത്. സ്പെയിനിൽ നിന്നും പോർച്ചുഗീസിലേക്ക് പോകാതിരിക്കാൻ കൊളംബസ് ഈ സമയം ശ്രമിച്ചുവെങ്കിലും ഒരു യാത്രയ്ക്കിടെ നീന കപ്പലിൽ ഉണ്ടായ കേടുപാടുകൾ മാറ്റാൻ പോർച്ചുഗൽ തീരത്തേക്ക് അദ്ദേഹത്തിന് കപ്പലടിപ്പിക്കേണ്ടി വന്നു. പോർച്ചുഗൽ അധികാരികൾ കൊളംബസിന്റെ നേട്ടങ്ങൾ തങ്ങളുടേതാക്കാൻ വേണ്ടി, അതായത് ഈ പ്രവിശ്യകളിൽ പോർച്ചുഗീസ് അധികാരം കൊണ്ടുവരാൻ വേണ്ടി കൊളംബസുമായി ചർച്ച നടത്തി. വലിയ പദവികളൊക്കെ കൊളംബസിന് അവർ വാഗ്ദാനം നൽകി. എങ്കിലും ഒരു സമയത്ത് ഈ യാത്ര നടത്താൻ വേണ്ടി പോർച്ചുഗീസ് അധികാരികൾ തന്നെ സഹായിക്കാത്തത് കൊണ്ട് തന്നെ കൊളംബസ് ഈ നിർദ്ദേശം നിരസിച്ചു. മാത്രമല്ല സ്പെയിനിലേക്ക് തന്നെ തിരികെ പോവുകയും ചെയ്തു. സ്പെയിൻ രാജാവിൽ നിന്നും രാജ്ഞിയിൽ നിന്നും കൊളംബസ് ആഗ്രഹിച്ച സ്ഥാനമാനങ്ങളൊക്കെ ലഭിച്ചു. മാത്രമല്ല വീണ്ടും ഒരു യാത്രയ്ക്ക് തയ്യാറാവാൻ അവർ കൊളംബസിനോട് ആവശ്യപ്പെടുകയും ചെയ്തു. കൊളംബസ് കണ്ടെത്തിയ പുതിയ പ്രദേശങ്ങളിൽ കുടിയേറ്റം നടത്താൻ തന്നെയാണ് സ്പെയിൻ ഭരണാധികാരികൾ തീരുമാനിച്ചത്. അതിനായി 2000-ലധികം വരുന്ന ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകാനും അവിടെ കോളനിവൽക്കരണം നടത്താനുമുള്ള പ്ലാനുകൾ അവർ തയ്യാറാക്കി. പല ഗ്രൂപ്പുകളായുള്ള 2000 പേർക്കായി ഓരോ ഗ്രൂപ്പിലും ക്രിസ്ത്യൻ പള്ളികൾ പണിയാനും അത് നിയന്ത്രിക്കുന്നതിന് പുരോഹിതന്മാരെയും അവർ ഈ ഗ്രൂപ്പിൽ ഉൾപ്പെടുത്തി. സ്വർണം ശേഖരിക്കാനും ഖനികൾ നിയന്ത്രിക്കാനും പ്രത്യേകം ആൾക്കാരെയും നിയമിച്ചു. കൊളംബസിന്റെ കണ്ടുപിടുത്തങ്ങൾ സ്പെയിനിലെ പോപ്പായ അലക്സാണ്ടർ 6 ഈ ഫെർഡിനാൻഡും ഇസബല്ലയും അറിയിച്ചിരുന്നു. അദ്ദേഹം കൊളംബസ് കണ്ടെത്തിയ പ്രദേശങ്ങളിൽ മാത്രമല്ല ഭാവിയിൽ കണ്ടെത്തുന്ന പ്രദേശങ്ങളിലെല്ലാം സ്പാനിഷ് അധികാരം ഉറപ്പിക്കാൻ അനുമതി കൊടുത്തു. ഇതൊക്കെ ആയപ്പോൾ ഫെർഡിനാൻഡും ഇസബല്ലയും കൊളംബസിനോട് തന്റെ രണ്ടാമത്തെ യാത്ര ആരംഭിക്കാൻ ആവശ്യപ്പെട്ടു. അവിടെയുള്ള ജനങ്ങളോട് നല്ല രീതിയിലും സ്നേഹത്തോടെയും പെരുമാറാൻ ശ്രദ്ധിക്കണമെന്നും അവിടെയുള്ള ജനങ്ങളോട് മോശമായി പെരുമാറിയാൽ സ്പെയിൻകാർക്ക് ശിക്ഷ നൽകാനും കൊളംബസിന് സ്പെയിൻ അധികാരികൾ നിർദ്ദേശം നൽകി. രണ്ടാം യാത്രയിൽ 3 വലിയ കപ്പലുകൾ അടങ്ങിയ 17 കപ്പലുകളാണ് കൊളംബസിന് നൽകിയത്. രണ്ടാം യാത്രയിൽ ഇത്രയധികം സൗകര്യങ്ങളൊക്കെ കൊളംബസിന് നൽകിയതിൽ നിന്നും കൊളംബസിന്റെ കണ്ടുപിടുത്തങ്ങൾ സ്പെയിനിന് എത്രമാത്രം പ്രാധാന്യമുണ്ടായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വലിയ 3 കപ്പലുകളിൽ ഒന്നായ മരിയ ഗ്രാൻഡ എന്ന കപ്പലിന് കൊളംബസ് തന്റെ നഷ്ടപ്പെട്ട കപ്പലായ സാന്റാ മറിയയുടെ പേര് തന്നെ നൽകി. സ്പെയിൻ പതാകകൾ ഉയർത്തിയ ആ കപ്പൽ വ്യൂഹത്തിന്റെ മുൻനിരയിൽ തന്നെ ആദ്യ യാത്രയിൽ ഉണ്ടായിരുന്ന നീന, പിന്റ എന്നീ കപ്പലുകളും ഉണ്ടായിരുന്നു. 2000-അടുപ്പിച്ച് യാത്രക്കാരടങ്ങിയ ഈ ഗ്രൂപ്പിൽ പ്രശസ്ത മാപ്പ് മേക്കർമാരായിരുന്ന ജുവാൻ ഡി ലാക്കോസ, ജുവാൻ പോർസെ ഡി ലിയോൺ എന്നിവരും ഭാഗമായിരുന്നു. ഇവരാണ് പിന്നീട് ഫ്ലോറിഡ കണ്ടെത്തുന്നത്. 1493 സെപ്റ്റംബർ 25-ന് സ്പെയിനിൽ നിന്നും കൊളംബസിന്റെ നേതൃത്വത്തിൽ കപ്പൽ വ്യൂഹം രണ്ടാമത്തെ യാത്ര പുറപ്പെടുന്നു. ഒരാഴ്ച കഴിഞ്ഞാണ് കനേറിയൻ ദ്വീപുകളിൽ ഈ സംഘം എത്തിയത്. അവിടെ അവർ കുറച്ച് ദിവസം വിശ്രമിക്കുകയും കപ്പലുകളിൽ ആഹാര സാധനങ്ങൾ ടോപ്പപ്പ് ചെയ്യുകയും ചെയ്ത ശേഷം ഒക്ടോബർ 7-ന് ഹിസ്പാനിയോള ലക്ഷ്യമാക്കി യാത്ര ആരംഭിച്ചു. ഹിസ്പാനിയോളയിലേക്ക് പോകുന്ന റൂട്ടിൽ തന്നെ നവംബർ 3-ന് കൊളംബസ് ഒരു പുതിയ ദ്വീപ് കണ്ടെത്തി. അതിന് ഡൊമിനിക്ക ഐലൻഡ് എന്നാണ് കൊളംബസ് പേര് നൽകിയത്. എങ്കിലും ഈ ദ്വീപിൽ കടന്നു ചെല്ലാൻ കൊളംബസിന് സാധിച്ചില്ല. കാരണം കപ്പൽ അടുപ്പിക്കാൻ പറ്റുന്ന ഒരു കടൽത്തീരം ആ ദ്വീപിന് ഉണ്ടായിരുന്നില്ല. എന്തായാലും വീണ്ടും കൊളംബസും കൂട്ടരും മുന്നോട്ട് യാത്ര തുടർന്നു. പിന്നീട് കൊളംബസ് ചെന്നെത്തിയത് ഇന്ന് സാൻക്രോയിക്സ് എന്നറിയപ്പെടുന്ന ദ്വീപിലേക്കാണ്. അന്ന് അദ്ദേഹം ഈ ദ്വീപിന് നൽകിയ പേര് സാന്താക്രൂസ് എന്നായിരുന്നു. ഈ ദ്വീപിൽ ഉണ്ടായിരുന്ന ഒരു കരീബിയൻ ഗോത്രവർഗം കൊളംബസിന്റെ സംഘത്തെ ആക്രമിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഇത്തവണ കൊളംബസ് ഒരു വലിയ ഗ്രൂപ്പായി തന്നെയാണ് വന്നത്. അവരെ തുരത്തി ഓടിക്കാൻ കൊളംബസിനും കൂട്ടർക്കും സാധിച്ചു. എങ്കിലും കൊളംബസിന്റെ കൂട്ടത്തിൽ ചിലർക്കൊക്കെ പരിക്കുകൾ പറ്റി. ഈ സംഭവത്തിന് ശേഷവും കൊളംബസ് യാത്ര ആരംഭിച്ചു. കൊളംബസ് കാണുന്ന ദ്വീപിലൊക്കെ കപ്പലടിപ്പിക്കുകയും അതിനൊക്കെ പേര് നൽകുകയും അതിനെ സ്പെയിനിന്റെ പ്രദേശങ്ങളാക്കി പ്രഖ്യാപിക്കുന്നതിനായി അവിടെ സ്പെയിൻ കൊടികൾ സ്ഥാപിക്കുകയും ചെയ്തു. അക്രമാസക്തരല്ലാത്ത ദ്വീപ് നിവാസികളെ ക്രിസ്ത്യൻ മതത്തിലേക്ക് പരിവർത്തനം ചെയ്യുന്നതും കൊളംബസ് പ്രധാന ലക്ഷ്യമായി തന്നെ കണ്ടു. അവരെ മതം മാറ്റി സ്പെയിൻ രാജ്യത്തോട് കൂറുള്ളവരാക്കി മാറ്റാൻ കൊളംബസ് ശ്രമിക്കുന്നുണ്ട്. നവംബർ 22 ആയപ്പോഴേക്കും കൊളംബസ് ഹിസ്പാനിയോള ലക്ഷ്യമാക്കി കപ്പൽ വ്യൂഹത്തെ നയിച്ചു. ഇത്തവണ അവർ ഹിസ്പാനിയോളയുടെ കിഴക്കൻ തീരത്താണ് കപ്പലുകൾ അടുപ്പിച്ചത്.
അതുകൊണ്ട് തന്നെ കൊളംബസിനും ആദ്യ യാത്രയിൽ കൂടെ ഉണ്ടായിരുന്ന നാവികർക്കും അത് ഹിസ്പാനിയോള ആണോ എന്ന സംശയമുണ്ടാക്കി. കാരണം അവർ ആദ്യം വന്നതും കോട്ട നിർമ്മിച്ചതുമൊക്കെ ഹിസ്പാനിയോളയുടെ പർവ്വത പ്രദേശമായ വടക്കൻ തീരത്തായിരുന്നു. എങ്കിലും കൊളംബസ് ദ്വീപ് ചുറ്റിക്കറങ്ങാൻ തന്നെ തീരുമാനിച്ചു. അങ്ങനെ അവർ ആദ്യ യാത്രയിൽ വന്നെത്തിയ അതേ കടലിടുക്കിൽ ചെന്നെത്തി. അപ്പോഴേക്കും നേരം വളരെയധികം ഇരുട്ടിയിരുന്നു. കപ്പലടിപ്പിക്കാൻ രാവിലെ വരെ അവർ കാത്തിരുന്നു. അടുത്ത ദിവസം, അതായത് 1493 നവംബർ 28 രാവിലെ കൊളംബസ് ഹിസ്പാനിയോളയിൽ രണ്ടാമതും കാലെടുത്തു വെച്ചു. പക്ഷേ അവിടെ കണ്ട കാഴ്ച ശരിക്കും കൊളംബസിനെ ഞെട്ടിച്ചു കളഞ്ഞു. സാന്റാ മറിയ എന്ന കപ്പൽ പൊളിച്ച് അദ്ദേഹം അവിടെ പടുത്തുയർത്തിയ ലാ നവിഡാഡ് എന്ന കോട്ട കത്തി അമർന്നിരിക്കുന്നു. ഒരു ചാരം മാത്രമായി അത് അവശേഷിച്ചിരിക്കുന്നു. അവിടെ താൻ വിട്ടുപോയ 36 പേരിൽ ഒരാളെയും കാണാനില്ല. എന്താണ് സംഭവിച്ചെന്നറിയാതെ കൊളംബസ് ആകെ ഞെട്ടി. അവിടെയുണ്ടായിരുന്ന ഗ്വാക്കാനഗരി ഗോത്രത്തിലുള്ളവരാണ് സംഭവം എന്താണെന്ന് കൊളംബസിനെ അറിയിച്ചത്. അദ്ദേഹം അവിടെ വിട്ടുപോയ 36 നാവികർ ദ്വീപിലെ സ്വർണ്ണ ഖനികൾക്കും അവിടുത്തെ ഗോത്രങ്ങളിലെ സ്ത്രീകൾക്കും വേണ്ടി തമ്മിൽ സംഘർഷത്തിലായി. ഈ സംഘർഷത്തിൽ ചിലരൊക്കെ മരണപ്പെട്ടു. മാത്രമല്ല, ഇതിൽ ചിലർ ദ്വീപിന്റെ ഉള്ളിലേക്ക് പോയി നരഭോജികളായ ടൈനോ ഗോത്രവർഗത്തിലെ ഒരാളെ പിടിച്ചുകൊണ്ടുവന്ന് അതിക്രൂരമായി കൊലപ്പെടുത്തി. ഈ സംഭവത്തിൽ വളരെയധികം ക്രുദ്ധരായ ടൈനോ ഗോത്രവർഗം കൂട്ടമായി ഒരു രാത്രിയിൽ ഈ ലാ നവിഡാഡ് എന്ന കോട്ട ആക്രമിച്ചു. പെണ്ണിനും സ്വർണത്തിനുമായി തമ്മിലടിച്ചും കലഹിച്ചുമിരുന്ന നാവികരെ കീഴടക്കാൻ അവർക്ക് നിമിഷങ്ങൾ മാത്രം മതിയായിരുന്നു. എങ്കിലും ചിലരൊക്കെ ഈ ടൈനോകൾക്കെതിരെ പോരാടി ആയുധങ്ങൾ ഉപയോഗിച്ച് കുറച്ചു നേരം പിടിച്ചു നിന്നു. പക്ഷേ അർദ്ധരാത്രിയിൽ, അതും കൂട്ടത്തോടെ വന്ന 200 കണക്കിന് ടൈനോകളെ ഇതൊന്നും തന്നെ ബാധിച്ചില്ല. അവർ ഓരോരുത്തരെയായി കൊന്നു. ചിലരെ ജീവനോടെ പിടികൂടി കമ്പിൽ കെട്ടിത്തൂക്കിക്കൊണ്ടുപോയി. അവർ തിരികെ പോകും മുമ്പ് ഈ കോട്ടയ്ക്ക് തീയും വെച്ചു. കോട്ട കത്തി അമർന്ന ശേഷം അവർ കൂട്ടിയിട്ട മൃതദേഹങ്ങളിൽ തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന തടി കൊണ്ടുള്ള കുന്തങ്ങൾ കൊണ്ട് കുത്തിയിറക്കി. പരിശീലനം ലഭിച്ച നാവികരും ആയുധങ്ങളും ഉണ്ടായിരുന്നിട്ടും അവരുടെ ഭീരുത്വം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ദുരന്തം സംഭവിച്ചത് എന്ന് കൊളംബസ് പിന്നീട് ഈ സംഭവത്തെ പറ്റി എഴുതുന്നുണ്ട്. ടൈനോകൾക്ക് യുദ്ധം ചെയ്യാനും അപ്രതീക്ഷിതമായി ആക്രമണം നടത്താനും അതിൽ വിജയത്തിലെത്തിക്കാനും ഉള്ള കഴിവുണ്ടെന്ന് സ്പെയിൻകാർ മനസ്സിലാക്കി. അതൊക്കെ കൊണ്ട് തന്നെ ഇപ്പോൾ എസ്പാനിയോളയിൽ ഒരു കോളനി സ്ഥാപിക്കുന്നത് ബുദ്ധിയല്ല എന്ന് കൊളംബസിന് മനസ്സിലായി. ലാ നവിഡാഡിന്റെ അവശിഷ്ടങ്ങൾ ഒരിക്കൽ കൂടി നോക്കിയതിനു ശേഷം കൊളംബസ് 1493 ഡിസംബർ 7 കിഴക്കൻ ദിശയിലേക്ക് യാത്ര തിരിച്ചു. പക്ഷേ പ്രതികൂലമായ കാലാവസ്ഥ കാരണം കൊളംബസിനും കൂട്ടർക്കും 25 ദിവസങ്ങൾ കൊണ്ട് വെറും 30 മൈലുകൾ മാത്രമാണ് സഞ്ചരിക്കാൻ സാധിച്ചത്. കാറ്റിനെതിരെ തുഴഞ്ഞ നാവികർ ആകെ ക്ഷീണിതരായിരുന്നു. അതുകൊണ്ട് ഒരു ദ്വീപിൽ കപ്പലടിപ്പിക്കാൻ അനുയോജ്യമായ സാഹചര്യം ഇല്ലാഞ്ഞിട്ട് കൂടി വളരെ പണിപ്പെട്ട് കൊളംബസ് കപ്പലുകൾ അടുപ്പിച്ചു. ഈ ദ്വീപിന് കൊളംബസ് ലാ ഇസബല്ല എന്ന പേര് നൽകി. അവിടെ കോളനി സ്ഥാപിക്കാനും തീരുമാനിച്ചു. ഈ ദ്വീപിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് അടുത്തുള്ള ദ്വീപുകളിൽ സ്വർണ്ണ നിക്ഷേപം തിരയുക എന്നതായിരുന്നു കൊളംബസിന്റെ പ്ലാൻ. ഇവർ കൊണ്ടുവന്ന കുതിരകൾ, കഴുതകൾ, കന്നുകാലികളൊക്കെ ദ്വീപിലേക്ക് അവർ ഇറക്കി. ഏപ്രിൽ കഴിഞ്ഞ് കൊളംബസ് 3 ചെറു കപ്പലുകളിൽ ആദ്യ യാത്രയിൽ താൻ കണ്ട പ്രദേശം ചൈനീസ് മെയിൻലാൻഡ് ആണെന്ന് ഉറപ്പിക്കാനായി കൊളംബസ് ചൈന എന്ന് ധരിച്ചു വെച്ചിരിക്കുന്ന ക്യൂബയിലേക്ക് യാത്ര തുടങ്ങി. അതായത് ക്യൂബ ചൈനയാണെന്നാണ് അപ്പോഴും കൊളംബസ് വിശ്വസിച്ചിരുന്നത്. യാത്ര ആരംഭിച്ച കൊളംബസ് പ്യൂർട്ടോ ഗ്രാൻഡെ എന്ന് വിളിക്കുന്ന ഒരു കടലിടുക്കിലേക്ക് പ്രവേശിച്ചു. ഈ പ്രദേശത്തെ പ്രാദേശികമായി ടൈനോ ഗോണ്ട്വാന എന്നും അറിയപ്പെടുന്നുണ്ട്. പക്ഷേ തീരത്തേക്ക് അടുക്കും മുൻപ് തന്നെ കൊളംബസ് ജമൈക്ക ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. ജമൈക്കയിലെ ഒരു പ്രദേശവാസിയിൽ നിന്നും സ്വർണം ഖനനം ചെയ്തു കൊണ്ടുപോകുന്ന വള്ളങ്ങൾ പോകുന്ന സ്ഥലം കൊളംബസ് മനസ്സിലാക്കി. ഈ വള്ളങ്ങൾ കടന്നു വരുന്നതും കാത്ത് കൊളംബസ് കപ്പലുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത ഒരു കടലിടുക്കിലേക്ക് ഒതുക്കിയിട്ടു. 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ 60-ൽ പരം വള്ളങ്ങൾ കൂട്ടത്തോടെ ഈ ഭാഗത്തേക്ക് അടുക്കുന്നത് കൊളംബസ് കണ്ടു. കൊളംബസ് 3 കപ്പലുകളിലെയും സ്പെയിൻ പടയാളികൾക്ക് ഈ വള്ളങ്ങൾ ആക്രമിക്കാനുള്ള ഓർഡർ നൽകി. കപ്പലിലെ പീരങ്കികൾ തുടർച്ചയായി ഫയർ ചെയ്തുകൊണ്ട് അവർ ആക്രമണം തുടങ്ങി. തോക്കുകളും പീരങ്കികളും കൊണ്ടുള്ള ആക്രമണത്തിൽ വള്ളങ്ങളിൽ വന്നവർക്ക് പിടിച്ചു നിൽക്കാൻ സാധിച്ചില്ല. ചിലരൊക്കെ വെള്ളത്തിൽ ചാടി കരയിലേക്ക് നീന്തി രക്ഷപ്പെട്ടു. ഇതോടെ ബാക്കിയുള്ളവർ പെട്ടെന്ന് തന്നെ കീഴടങ്ങി. വള്ളങ്ങൾ പരിശോധിച്ച കൊളംബസിന് പക്ഷേ പ്രതീക്ഷിച്ച പോലെ അധികം സ്വർണമൊന്നും ലഭിച്ചില്ല. വീണ്ടും ക്യൂബയിലേക്ക് കൊളംബസ് യാത്ര തുടർന്നു. ക്യൂബൻ തീരം ചുറ്റി അവർ സൗത്തിലേക്ക് നീങ്ങി. അവിടെ കൊളംബസ് ഒരു ദ്വീപ സമൂഹം തന്നെ കണ്ടെത്തി. ഈ ദ്വീപ സമൂഹത്തിന് കൊളംബസ് ക്വീൻസ് ഗാർഡൻ എന്ന് പേരും നൽകി. സ്പെയിൻകാർ അവിടെയാണ് ആദ്യമായി അരയന്നങ്ങളെ കാണുന്നത്. സൗത്തിലേക്ക് യാത്ര തുറന്ന കൊളംബസിന് ഈ ദ്വീപിന് ഒരു അവസാനമില്ല എന്ന് പ്രദേശവാസികൾ പറയുന്നത് കേട്ടപ്പോൾ ഇത് ചൈനീസ് മെയിൻലാൻഡ് ആണെന്ന കൊളംബസിന്റെ വിശ്വാസം വീണ്ടും ബലപ്പെട്ടു. പക്ഷേ അല്പദൂരം കൂടി സഞ്ചരിച്ച കൊളംബസിന് ഇത് ചൈനീസ് ദ്വീപല്ല, മറിച്ച് മലായ് ദ്വീപാണെന്ന് തോന്നി. ഇതോടെ കൊളംബസ് കപ്പലുകൾ വീണ്ടും ജമൈക്കൻ തീരത്തേക്ക് തിരിച്ചു.
തുടർന്ന് ആഴ്ചകൾ നീണ്ട യാത്രക്കിടയിൽ കൊളംബസ് അദ്ദേഹത്തിന്റെ സഹോദരനായ ബാർത്തലോമിയെ കണ്ടുമുട്ടി. ബാർത്തലോമിയുടെ വിജയകരമായ യാത്രകളെക്കുറിച്ച് കൊളംബസ് കേട്ടിരുന്നു. സ്പെയിൻ ചക്രവർത്തിമാർ അദ്ദേഹത്തിന് നല്ല സ്ഥാനമാനങ്ങൾ നൽകിയെന്നറിഞ്ഞ കൊളംബസ് ശരിക്കും സന്തോഷിക്കുകയല്ല, മറിച്ച് ആശ്ചര്യപ്പെടുകയായിരുന്നു. ഇതുവരെ യാത്രകൾ നടത്തിയിട്ടും കൊളംബസിന് ഇതുവരെ ജപ്പാനോ ചൈനയോ അല്ലെങ്കിൽ ഏഷ്യയുടെ മറ്റേതെങ്കിലും ഒരു ഭാഗമോ കണ്ടെത്തുന്നതിൽ പരാജിതനായിരുന്നു. കൊളംബസിന്റെ യാത്രയുടെ പ്രധാന ലക്ഷ്യം തന്നെ ഇതൊക്കെ കണ്ടെത്തുക എന്നതായിരുന്നു. യാത്രയുടെ ലക്ഷ്യം പലപ്പോഴും കൊളംബസ് മറന്നു പോകുന്നത് സ്വർണ്ണഖനികൾ തേടിയുള്ള അലച്ചിലിൽ തന്നെയായിരുന്നു. അതും ലക്ഷ്യത്തിലെത്തിക്കാൻ ഈ കൊളംബസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. മാത്രമല്ല, ആദ്യ യാത്രയിൽ ലഭിച്ച കപ്പലുകളേക്കാൾ കൂടുതൽ കപ്പലുകളും സൈനികരും കൊളംബസിന് ലഭിച്ചിട്ടും പലപ്പോഴും കൊളംബസ് ലക്ഷ്യത്തിൽ നിന്നും വ്യതിചലിച്ചുകൊണ്ടേയിരുന്നു. മാത്രമല്ല, സ്വർണം കണ്ടെത്തുന്നതിന് പല ദ്വീപ സമൂഹങ്ങളിലും അക്രമം അഴിച്ചുവിടുകയും ചെയ്തു. സ്പെയിൻ സൈനികർക്കിടയിലുള്ള കലഹം പോലും മുൻകൂട്ടി മനസ്സിലാക്കാനോ അവരെ നിയന്ത്രിക്കാനോ കൊളംബസിന് സാധിച്ചില്ല. ആദ്യ യാത്രയെ വെച്ച് നോക്കുകയാണെങ്കിൽ കൊളംബസിന്റെ രണ്ടാമത്തെ യാത്ര വൻ പരാജയം തന്നെയായിരുന്നു. 1495 ജൂണിൽ ആഞ്ഞു വീശിയ ഒരു ചുഴലിക്കാറ്റ് കൊളംബസിന്റെ 3 കപ്പലുകളെയും ബാധിച്ചു. നീന കപ്പലിനെ മാത്രമാണ് കേടുപാടുകൾ കൂടാതെ രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റിയത്. തകർന്ന കപ്പലുകളുടെ ഭാഗങ്ങൾ ശേഖരിച്ച കൊളംബസും കൂട്ടരും അത് വെച്ച് ഒരു പുതിയ കപ്പൽ ഉണ്ടാക്കാൻ ശ്രമം നടത്തി. അങ്ങനെ അവർ നിർമ്മിച്ച പുതിയ കപ്പലിനെ ഇന്ത്യ എന്ന പേര് കൊളംബസ് നൽകി. ഒരു വർഷം കഴിഞ്ഞ്, അതായത് 1496 മാർച്ചിൽ ഇന്ത്യ എന്ന കപ്പൽ പൂർണ്ണമായും സജ്ജമായപ്പോൾ കൊളംബസ് വീണ്ടും യാത്ര തുടങ്ങി. ലാ ഇസബെല്ല കോളനിയിൽ കൊളംബസ് തിരികെ എത്തുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന സ്പെയിൻകാർക്കിടയിൽ പകർച്ചവ്യാധി ഉണ്ടായി വളരെയധികം ബുദ്ധിമുട്ടുകയായിരുന്നു. മൈലുകൾ ദൂരെയാണ് കുടിക്കാനുള്ള വെള്ളം പോലും ഉണ്ടായിരുന്നത്. ഇതോടെ കൊളംബസ് സഹോദരനായ ബാർത്തലോമിയയോട് ലാ ഇസബെല്ല കോളനി ഉപേക്ഷിച്ച് എല്ലാവരെയും കൊണ്ട് ഹിസ്പാനിയോളയുടെ തെക്കൻ തീരത്തെ സാന്റോ ഡൊമിംഗോ എന്ന ദ്വീപിലേക്ക് മാറാനും അവിടെ കോളനികൾ സ്ഥാപിക്കാനും ഉത്തരവിട്ടു. കുടിയേറ്റത്തിന് വന്നവർക്ക് അവിടെ അതിജീവിക്കാൻ കൂടുതൽ ഭക്ഷണ സാധനങ്ങളുടെയും മരുന്നുകളുടെയും കൃഷി നടത്താൻ നല്ല ഗുണമേന്മയുള്ള വിത്തുകളുടെയും ഒക്കെ ആവശ്യം വേണ്ടി വന്നു. മാത്രമല്ല, കടലിലെ പര്യവേഷണത്തിന് കൂടുതൽ ക്ഷമതയുള്ള കപ്പലുകൾ കൊളംബസിന് ആവശ്യമായി വന്നു. ഇതോടെ കൊളംബസ് സ്പെയിനിലേക്ക് വീണ്ടും പോകാൻ തീരുമാനിക്കുന്നു. 1496 പകുതിയോടെ കൊളംബസ് സ്പെയിനിൽ വീണ്ടും തിരിച്ചെത്തി. രാജാവിനെയും രാജ്ഞിയെയും കാണുന്നു. ഹിസ്പാനിയോളയിൽ കുടിയേറ്റം നടത്തുന്നതിന് ആവശ്യമായ സാധനങ്ങളും ആയുധങ്ങളും അടക്കം 2 കപ്പലുകൾ അനുവദിച്ച സ്പെയിൻ ഭരണാധികാരികൾ കടലിൽ പര്യവേഷണം നടത്താൻ പുതിയ 6 കപ്പലുകൾ കൂടി കൊളംബസിന് നൽകി. ഇതേ സമയം തന്നെ ഈ കൊളംബസ് യാത്ര തിരിച്ച ദിശയിൽ ഒരു വലിയ വൻകരയുണ്ടെന്ന് പോർച്ചുഗീസ് അധികാരികളും വിശ്വസിച്ചിരുന്നു. പക്ഷേ ഇറ്റലിയും ഫ്രാൻസുമായും ഒക്കെയുള്ള യുദ്ധത്തിൽ അവർ ഭാഗമായതിനാൽ 1497 ഏപ്രിൽ വരെയും പുതിയ യാത്രകൾ നടത്താൻ അവർ അനുമതികൾ നൽകിയതില്ല. 1498 മെയ് മാസത്തിലാണ് കൊളംബസ് തന്റെ 3ാമത്തെ യാത്ര ആരംഭിക്കുന്നത്. ഇത്തവണ ഹിസ്പാനിയോളയിലേക്കുള്ള 2 കപ്പലുകൾ പറഞ്ഞയച്ചതിന് ശേഷം മെയ് 30-ന് തനിക്ക് ലഭിച്ച പുതിയ 6 കപ്പലുകളുമായി കടൽ യാത്രയ്ക്ക് അദ്ദേഹം ആരംഭം കുറിച്ചു. കരീബിയൻ ദ്വീപുകൾക്കപ്പുറം പോയാൽ ഒരു വലിയ ഭൂഖണ്ഡമുണ്ടെന്ന തന്റെ സിദ്ധാന്തത്തെ സാധൂകരിക്കാനാണ് കൊളംബസ് ശരിക്കും ഈ യാത്ര തുടങ്ങിയത്. ജൂലൈ 4 ആയപ്പോൾ തെക്ക് പടിഞ്ഞാറൻ പാതയിലൂടെ ഇൻഡീസിലേക്ക് അദ്ദേഹം യാത്ര തുടർന്നു. വെസ്റ്റിലേക്ക് യാത്ര തുടർന്ന അദ്ദേഹം 3 പർവ്വതങ്ങളുള്ള ഒരു ദ്വീപ് കണ്ടെത്തി. ഈ ദ്വീപിന് കൊളംബസ് ട്രിനിഡാഡ് എന്ന് പേരും നൽകി. വെനസ്വേലയിലെ പരിയ ഉൾക്കടലിൽ പ്രവേശിച്ചതിന് ശേഷം അദ്ദേഹം 1498 ഓഗസ്റ്റ് 1-ന് തെക്കേ അമേരിക്കയിൽ ആദ്യമായി കാലെടുത്തു വെച്ചു. അവിടെ സ്പാനിഷ് പതാക സ്ഥാപിച്ചുകൊണ്ട് അത് സ്പെയിനിന്റെ പ്രദേശമായി അദ്ദേഹം പ്രഖ്യാപിച്ചു. പക്ഷേ അമേരിക്ക ഒരു ദ്വീപ് മാത്രമാണെന്നാണ് കൊളംബസ് ധരിച്ചത്. വെനസ്വേലയിലെ ഒറിനോക്കോ നദി പര്യവേഷണം ചെയ്യാനും അദ്ദേഹം അവിടെ കുറച്ച് സമയം കണ്ടെത്തി. അതിന്റെ വ്യാപ്തിയും വലിപ്പവും ഒക്കെ കൊളംബസ് അളന്നു കുറിച്ചു. അടുത്ത ദിവസം പെരിയ ഉപദ്വീപിന്റെ തെക്കു ഭാഗത്ത് കപ്പലുകൾ നങ്കൂരമിട്ടു. കൊളംബസ് അവിടെയുള്ള പ്രദേശവാസികളെ കണ്ടുമുട്ടി. അവിടെയുള്ള ഒരു വിവാഹം കാണാൻ കൊളംബസിന് അവസരം ലഭിച്ചു. അതിൽ ആളുകൾ സ്വർണത്തിലും മറ്റും നിർമ്മിച്ച ആഭരണങ്ങൾ ധരിക്കുന്നതും അദ്ദേഹം കണ്ടു. ഈ സ്വർണത്തിന്റെ ഉറവിടം കണ്ടെത്താൻ കൊളംബസ് അവരുമായി സംഭാഷണം നടത്തി. പക്ഷേ അവരുടെ ഭാഷ മനസ്സിലാക്കാൻ കൊളംബസിനും കൂടെയുള്ളവർക്കും കഴിഞ്ഞില്ല. സ്വർണം അന്വേഷിക്കുകയാണെന്ന് മനസ്സിലാക്കിയ പ്രദേശവാസികൾ കൊളംബസിന് നേരെ തിരിഞ്ഞു. ഇത് മുൻകൂട്ടി മനസ്സിലാക്കാൻ പക്ഷേ കൊളംബസിന് കഴിഞ്ഞു. ഇതോടെ കൊളംബസ് ഈ പ്രദേശവാസികളിൽ ചിലരെ പിടികൂടി കപ്പലിൽ അവിടെ നിന്നും യാത്ര തുടങ്ങി. എങ്ങനെയെങ്കിലും ഇവരെ കൊണ്ട് സ്വർണമുള്ളത് എവിടെയെന്ന് പറയിപ്പിക്കണം എന്നാണ് കൊളംബസ് ധരിച്ചത്. പക്ഷേ അതൊന്നും തന്നെ സാധിച്ചില്ല. കൊളംബസ് ചൈന മെയിൻലാൻഡ് കണ്ടെത്താൻ തീവ്രമായി ആഗ്രഹിച്ചു. പക്ഷേ ഹിസ്പാനിയോളയിൽ തന്റെ സഹോദരനും കൂട്ടരും എന്തവസ്ഥയിലാണെന്ന ചിന്ത അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് നയിച്ചു. ഓഗസ്റ്റ് 20-ന് ഹിസ്പാനിയോളയിലെ സാന്റോ ഡൊമിംഗോയിൽ നിന്നും 100 മൈൽ അകലെയുള്ള ഒരു ദ്വീപിലേക്ക് കൊളംബസ് എത്തിച്ചേർന്നു. അടുത്ത ദിവസം തന്നെ അപ്രതീക്ഷിതമായി അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹോദരനായ ബാർത്തലോമിയെ കണ്ടുമുട്ടി. ഓഗസ്റ്റ് 22-ന് അവിടെ നിന്നും യാത്ര തിരിച്ച അവർ ഓഗസ്റ്റ് 31-നാണ് ഹിസ്പാനിയോളയിൽ എത്തിച്ചേർന്നത്. ഹിസ്പാനിയോളയിൽ കൊളംബസ് കുടിയേറ്റക്കാരായി കൊണ്ടുവന്ന സ്പെയിൻ ജനത ആകെ അസ്വസ്ഥരായിരുന്നു. അവരെ നിയന്ത്രിക്കാൻ കൊളംബസും അദ്ദേഹത്തിന്റെ സഹോദരനും അവരിൽ അടിച്ചേൽപ്പിച്ച നിയമങ്ങളും കഠിനമായ തൊഴിൽ രീതികളും ഒക്കെയായിരുന്നു അതിന് കാരണം.
മാത്രമല്ല ക്രൂരമായ സമീപനം തന്നെയായിരുന്നു കൊളംബസിന്റെ സഹോദരന്റേത്. ആവശ്യ സമയത്ത് മരുന്നോ ആഹാരമോ അവർക്ക് നൽകാൻ കൊളംബസിനും സഹോദരനും സാധിച്ചില്ല. സഹികെട്ട സ്പെയിൻ ജനത കലാപം ആരംഭിച്ചു. ഇതോടെ കാര്യങ്ങൾ അങ്ങ് സ്പെയിനിലെ ചക്രവർത്തിമാരുടെ ചെവിയിലും എത്തി. അങ്ങനെ 1500-ൽ സ്പാനിഷ് ചീഫ് ജസ്റ്റിസ് ഫ്രാൻസിസ്കോ ഡി ബോബോഡിലയെ പരാതികൾ അന്വേഷിക്കാനായി ഫെർഡിനാൻഡും ഇസബെല്ലയും ഹിസ്പാനിയോളയിലേക്ക് അയച്ചു. സംഭവം അന്വേഷിച്ച ഫ്രാൻസിസ്കോയ്ക്ക് പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ അവിടുത്തെ സ്പെയിൻകാരുടെ ദുരിതവും കലാപത്തിനുള്ള കാരണവും ഈ കൊളംബസും സഹോദരൻ ബാർത്തലോമയും ആണെന്ന് മനസ്സിലായി. കുറ്റക്കാരാണെന്ന് മനസ്സിലാക്കിയ ഉടനെ ഈ ജസ്റ്റിസ് ഫ്രാൻസിസ്കോ സ്പെയിൻ സൈനികരെ കൊണ്ട് കൊളംബസിനെയും ബാർത്തലോമിയെയും ചങ്ങലയിൽ ബന്ധിച്ചാണ് 1 മാസം ദൈർഘ്യമുള്ള കടൽ യാത്രയിൽ സ്പെയിനിലേക്ക് കൊണ്ടുവന്നത്. സ്പെയിൻ ജനതയോട് ചെയ്ത മര്യാദയില്ലാത്ത പെരുമാറ്റം മാത്രമല്ല കൊളംബസിൽ ചുമത്തിയത്. 3 യാത്രകളിലും സ്പെയിൻ അധികാരികൾ നൽകിയ സൗകര്യങ്ങളും വിഭവങ്ങളും ഒക്കെ പാഴാക്കുകയും ചെയ്തു എന്ന കുറ്റവും ചുമത്തപ്പെട്ടു. തടവിലാക്കപ്പെട്ടുവെങ്കിലും ഡിസംബർ പകുതിയോടെ അദ്ദേഹത്തെയും അറസ്റ്റ് ചെയ്യപ്പെട്ട സഹോദരന്മാരായ ഡീഗോയെയും ബാർത്തലോമിയെയും വിട്ടയക്കുകയും കൊട്ടാരത്തിലേക്ക് വിളിപ്പിക്കുകയും ചെയ്തു. ഈ കൂടിക്കാഴ്ചയിൽ രാജാവും രാജ്ഞിയും അവരോട് വളരെ മാന്യമായി തന്നെയാണ് പെരുമാറിയത്. മാത്രമല്ല അമേരിക്കൻ ഭൂഖണ്ഡത്തിൽ കൂടുതൽ പര്യവേഷണം ചെയ്യുന്നതിനായി സ്പെയിൻ ചക്രവർത്തിമാർ കൊളംബസിനെ നിയമിക്കുകയും ചെയ്തു. ഇതോടെ അമേരിക്കയിലെ സ്പെയിൻ ഭരണത്തിൽ കൊളംബസ് ഒരു നല്ല പങ്ക് തന്നെ വഹിച്ചു. 1501 സെപ്റ്റംബറിൽ ഇസബെല്ലയും ഫെർഡിനാൻഡും ഇൻഡീസിന്റെ ഗവർണറായി കൊളംബസിനെ നിയമിച്ചു. 1502-ൽ കൊളംബസിന് 4ാമത്തെ യാത്രയ്ക്കുള്ള ധനസഹായം നൽകാൻ സ്പെയിൻ അധികാരികൾ തീരുമാനിക്കുന്നു. ഈ യാത്രയിൽ ഒരു വൻ ഭൂഖണ്ഡവും സ്വർണ്ണ നിക്ഷേപങ്ങളും തിരയാനും ഇന്ത്യയിലേക്കുള്ള വഴി തേടുന്നതുമായിരുന്നു ലക്ഷ്യം. 1502 മെയ് മാസത്തിൽ കൊളംബസ് പുതിയ ലോകത്തേക്കുള്ള തന്റെ 4ാമത്തെയും അവസാനത്തെയും യാത്ര ആരംഭിച്ചു. ഇത്തവണയും യാത്ര തുടങ്ങുമ്പോഴുണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ലക്ഷ്യം അദ്ദേഹം മാറ്റി. വീണ്ടും സ്വർണം തേടി ഹിസ്പാനിയോളയിലേക്ക് തന്നെ എത്തിയ ശേഷം സ്പെയിൻ അധികാരികളുടെ ആഗ്രഹത്തിന് വിരുദ്ധമായി കടലെടുക്കും സ്വർണവും തേടി അദ്ദേഹം മധ്യ അമേരിക്കയുടെ തീരം വീണ്ടും പര്യവേഷണം ചെയ്തു. ഈ പര്യവേഷണത്തിനൊക്കെ ശേഷം അദ്ദേഹം ഹിസ്പാനിയോളയിലേക്ക് മടങ്ങി. ഇതേ സമയം ഹിസ്പാനിയോളയിൽ നിന്നും 30 കപ്പലുകൾ, അതായത് ഹിസ്പാനിയോളയിൽ നിന്നും സ്വർണവും മറ്റും ഖനനം ചെയ്ത് ലോഡ് ചെയ്ത 30 കപ്പലുകൾ സ്പെയിനിലേക്ക് കൊണ്ടുപോകുന്നതിനായി തയ്യാറായി നിൽക്കുകയാണ്. യാത്ര പോകാൻ ഒരുങ്ങുമ്പോൾ തന്നെ വരാനിരിക്കുന്ന കൊടുങ്കാറ്റും പ്രതികൂല കാലാവസ്ഥയും മനസ്സിലാക്കി കൊളംബസ് എസ്പാനിയോളയിലെ പുതിയ ഗവർണറോട് ഇപ്പോൾ യാത്ര പുറപ്പെടുന്നത് നല്ലതല്ല എന്നറിയിച്ചു. പക്ഷേ ഈ വാക്ക് കേൾക്കാതെ ഗവർണർ കപ്പലുകൾക്ക് ഉടൻ യാത്ര പുറപ്പെടാൻ ഓർഡർ നൽകി. മാത്രമല്ല കൊളംബസിനോടും അവിടെ നിന്നും പെട്ടെന്ന് യാത്ര പുറപ്പെടാൻ ഇതേ ഗവർണർ ഓർഡർ നൽകുന്നു. അന്റോണിയോ ഡി ടോറസിന്റെയും ബോബ് ഐഡിയയുടെയും നേതൃത്വത്തിൽ ഈ സ്വർണവും മറ്റു വിലപിടിപ്പുള്ള ലോഹങ്ങളും നിറച്ച 30 കപ്പലുകൾ സ്പെയിനിലേക്ക് യാത്ര തിരിച്ചു. ഇതേ സമയം തന്നെ കൊളംബസും തന്റെ യാത്ര ആരംഭിക്കുന്നു. 30 കപ്പലുകളുടെ കൂട്ടം യാത്രക്കിടയിൽ ആഞ്ഞടിച്ച കൊടുങ്കാറ്റിൽ പെട്ടുപോയി. ഓരോ കപ്പലിന്റെയും ക്യാപ്റ്റന്മാർ ഈ കപ്പലുകൾ തകരാതിരിക്കാൻ അവരുടെ കഴിവിന്റെ പരമാവധി ശ്രമിച്ചു. പക്ഷേ അതിന് കഴിഞ്ഞില്ല. 30 കപ്പലുകളും വിലമതിക്കാനാവാത്ത അതിലെ സ്വർണവും വിലപിടിപ്പുള്ള മറ്റ് ലോഹങ്ങളും വലിയ തിരമാലകളിൽ തകർന്ന് കപ്പലുകൾക്കൊപ്പം തന്നെ കടലിനടിയിലേക്ക് താണു. ഇതേ സമയം വെസ്റ്റിലേക്ക് സഞ്ചരിക്കുകയായിരുന്ന കൊളംബസിന്റെ കപ്പലും ഈ കൊടുങ്കാറ്റിലും തിരമാലയിലും പെട്ടു. വളരെ പാടുപെട്ട് തന്നെയാണ് കൊളംബസ് കപ്പലുകളെ തകരാതെ രക്ഷപ്പെടുത്തി നിർത്തിയത്. അങ്ങനെ കൊളംബസ് യാത്ര മുന്നോട്ട് നയിച്ചു. ഒക്ടോബർ മാസമായപ്പോഴേക്കും കൊളംബസ് കോസ്റ്റോറിക്കയിലേക്കും പ്രവേശിക്കുന്നു. അവിടെ നിന്ന് മുന്നോട്ട് പോയ കൊളംബസ് ഒരു കടലിടുക്ക് കണ്ട് അതിലൂടെ പ്രവേശിച്ചപ്പോൾ അവർ ചെന്നെത്തിയത് ഒരു ഉൾക്കടലിലേക്കാണ്. ഈ ഭാഗത്തിന് മിറാൻഡി ബേ എന്ന് കൊളംബസ് പേരും നൽകി. അവിടുത്തെ പ്രദേശവാസികളുടെ ശരീരത്തിൽ സ്വർണത്തിന്റെ ആഭരണങ്ങൾ കൊളംബസ് ശ്രദ്ധിച്ചു. ഇന്നത്തെ പനാമ കടലിടുക്കിന്റെ അരികിൽ ഡിസംബർ 25-ന് അവർ ക്രിസ്മസ് ആഘോഷിച്ചു. 1503 ജനുവരി 6-ന് കൊളംബസ് അവിടെ ഒരു നദിക്ക് സമീപം ക്യാമ്പ് ചെയ്തു. അവിടെ ക്യാമ്പ് ചെയ്തുകൊണ്ട് സ്വർണ്ണ ഖനികൾ കണ്ടെത്താനുള്ള ശ്രമമാണ് കൊളംബസ് പിന്നീട് നടത്തിയത്. ഈ പ്രദേശത്തിന് കൊളംബസ് നൽകിയ പേരാണ് ബെലൻ. കാസിക്യൂവിലെ ഗുവാമി ഗോത്രത്തിൽ നിന്നും അവിടെ പര്യവേഷണം ചെയ്യാനുള്ള പെർമിഷൻ സ്പാനിഷുകാർ നേടി. ഫെബ്രുവരിയുടെ തുടക്കത്തിൽ തന്നെ ഹിസ്പാനിയോളയിൽ ഉള്ളതിനേക്കാൾ സമ്പന്നമായ സ്വർണ്ണ സ്രോതസ് കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞു. ഒടുവിൽ കൊളംബസ് വിലയേറിയ ലോഹത്തിന്റെ ഉറവിടം കണ്ടെത്താനുള്ള തന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്ന് പൂർത്തിയാക്കി. സ്വർണം ശേഖരിക്കാൻ ബെലനിൽ സ്ഥിരമായ ഒരു ക്യാമ്പ് നിർമ്മിക്കാൻ അദ്ദേഹം ഉത്തരവിട്ടു. 1504 ഏപ്രിൽ 1 കൊളംബസ് തന്റെ കൂട്ടത്തിൽ ചിലരെ ബെലനിൽ നിർത്തിയതിനു ശേഷം സ്വർണത്തിന്റെ വൻ ഉറവിടം കണ്ടെത്തിയ വാർത്തയുമായി സ്പെയിനിലേക്ക് പോകാൻ തീരുമാനിക്കുന്നു. എങ്കിലും പടിഞ്ഞാറൻ പാത കണ്ടെത്തുക എന്ന ലക്ഷ്യവുമായിട്ടാണ് കൊളംബസ് ഈ യാത്ര തുടങ്ങിയത്. പക്ഷേ അതല്ല ഇപ്പോൾ കൊളംബസ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതൊരു ചട്ടലംഘനമാണ്. പക്ഷേ കൂട്ടത്തിലുള്ളവർ ഇത്രയും വലിയ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയ വാർത്ത അറിഞ്ഞാൽ സ്പാനിഷ് ചക്രവർത്തിമാർ സന്തുഷ്ടരാകുമെന്ന് കൊളംബസിനെ അറിയിച്ചു. എന്തായാലും കൊളംബസ് സ്പെയിനിലേക്ക് പോകാൻ തന്നെ തീരുമാനിച്ചു. പോകുന്ന വഴിക്ക് ഒരു വലിയ തിരമാലയിലും കൊടുങ്കാറ്റിലും പെട്ട് കൊളംബസിന്റെ കപ്പലുകൾ തകർന്നുപോയി. വളരെ പണിപ്പെട്ടാണ് ഇവർ ജമൈക്കൻ തീരത്ത് എത്തിച്ചേർന്നത്. കൂട്ടത്തിലുണ്ടായിരുന്ന പകുതി പേരും കടലിൽ മരണപ്പെട്ടു.
ഈ ജമൈക്കൻ തീരത്തെത്തിയ കൊളംബസിനും കൂട്ടർക്കും ഒരു സ്പെയിൻ കപ്പൽ അങ്ങോട്ട് വന്നാൽ മാത്രമേ ഇനി പുറം ലോകം കാണാൻ കഴിയൂ. അങ്ങനെ അവർ ഒരു കപ്പലിനായി കാത്തിരുന്നു. മാസങ്ങൾ കടന്നുപോയി. കൊളംബസും കൂട്ടരും ആകെ അവശരായി. സ്പെയിൻ സൈനികർക്കിടയിലുള്ള സംഘർഷങ്ങളും ആഹാര സാധനങ്ങളുടെ കുറവുമൊക്കെ അവരെ വല്ലാതെ അലട്ടി. അങ്ങനെ ഒരു വർഷം അവർക്ക് അവിടെ സർവൈവ് ചെയ്യേണ്ടി വന്നു. ഒരു വർഷം കഴിഞ്ഞപ്പോഴാണ് ഒരു സ്പെയിൻ കപ്പൽ ഈ ജമൈക്കൻ തീരത്തേക്ക് എത്തിയത്. 1504 ജൂൺ അവസാനം ഹിസ്പാനിയോളയിൽ നിന്നുള്ള സ്പാനിഷ് കോളനിക്കാരുടെ ഒരു ചെറിയ കപ്പൽ അവരെ ജമൈക്കയിൽ കുടുങ്ങിയതായി കണ്ടെത്തി. 6 ആഴ്ചകൾക്ക് ശേഷമാണ് അവരെ കണ്ടെത്തിയ കപ്പൽ സാന്റോ ഡൊമിംഗോയിൽ എത്തിച്ചേർന്നത്. അവിടെ നിന്നും 1504 സെപ്റ്റംബറിൽ കൊളംബസ് ഒരു പുതിയ കപ്പൽ വാടകയ്ക്കെടുക്കുകയും യൂറോപ്പിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു. പോകുമ്പോൾ വീണ്ടും തിരിച്ചു വരണമെന്ന ആഗ്രഹം കൊളംബസിനുണ്ടായിരുന്നു. 1504 നവംബർ 7 അദ്ദേഹം സ്പെയിനിലെത്തി. പക്ഷേ രാജാവിനെയും രാജ്ഞിയെയും കണ്ട് സംസാരിക്കാനുള്ള പെർമിഷൻ അദ്ദേഹത്തിന് ലഭിച്ചില്ല. അങ്ങനെ 2 ആഴ്ചകൾ കൂടി കടന്നുപോയി. അസുഖബാധിതയായ ഇസബെല്ല രാജ്ഞി മരണമടഞ്ഞു. ഈ കാരണത്താൽ തന്നെ രാജാവിനെ കാണാൻ അദ്ദേഹത്തിന് വീണ്ടും കാത്തിരിക്കേണ്ടി വന്നു. ഈ കാലയളവിൽ കൊളംബസിന് ദീർഘകാല യാത്രയുടെ ഫലമായി പല അസുഖങ്ങളും ബാധിച്ചു. 1505 മെയ് മാസത്തിലാണ് കൊളംബസിന് സ്പെയിൻ ചക്രവർത്തിയെ കാണാൻ സാധിച്ചത്. അവിടെ വെച്ച് അദ്ദേഹം ഫെർഡിനാൻഡ് രാജാവുമായി സംസാരിച്ചു. രാജ്ഞിയുടെ മരണത്തോടെ ഭരണം പിടിക്കാൻ ശ്രമിക്കുന്ന കാസ്റ്റലിലെ പ്രഭുക്കന്മാരുമായി നിരന്തരം ഏറ്റുമുട്ടലായിരുന്ന രാജാവിൽ നിന്നും കൊളംബസിന് വളരെ തണുത്ത പ്രതികരണം മാത്രമാണ് ലഭിച്ചത്. ഏഷ്യയിലേക്കുള്ള പടിഞ്ഞാറൻ പാത കണ്ടെത്തുന്നതിലെ പരാജയവും അമേരിക്കയിൽ സ്വർണം കണ്ടെത്തിയതിനെ കുറിച്ച് കൊളംബസ് പറഞ്ഞത് രാജാവ് വിശ്വാസത്തിലെടുക്കാത്തതും കൊളംബസിന് കൂടുതൽ നിരാശയുണ്ടാക്കി. ഈ വർഷത്തിൽ തന്നെ കൊളംബസ് സ്പാനിഷ് കോടതിയിൽ തന്റെ അമേരിക്കയിൽ നിന്ന് കണ്ടെത്തിയ സ്വർണത്തിന്റെ അവകാശവാദം ഉന്നയിച്ചു. ഇതിലൂടെ അമേരിക്കയിൽ നിന്ന് കണ്ടെത്തിയ സ്വത്തുക്കളുടെ 10% കൊളംബസിന് സ്വന്തമാവുകയും ചെയ്തു. മാത്രമല്ല, കൊളംബസ് കണ്ടെത്തിയ ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ വൈസ്രോയിയായി അദ്ദേഹത്തെ നിയമിക്കാനും ഉത്തരവായി. എങ്കിലും ഈ സ്വത്തിന്റെയോ കിട്ടിയ പണത്തിന്റെയോ ഗുണഫലം അധികകാലം അനുഭവിക്കാൻ അദ്ദേഹത്തിന് വിധിയുണ്ടായില്ല. കൊളംബസ് തന്റെ ജീവിതത്തിന്റെ അവസാന 18 മാസങ്ങളിൽ ഭൂരിഭാഗവും കുടുംബത്തോടൊപ്പമായിരുന്നു. കുടുംബം അദ്ദേഹത്തെ നന്നായി പരിപാലിക്കുകയും ചെയ്തു. എങ്കിലും യാത്രകളെ പ്രണയിച്ചിരുന്ന കൊളംബസിന് ഈ വിശ്രമ ജീവിതം വളരെ അസന്തുഷ്ടമായിരുന്നു. 1506 മെയ് 20 54-ാം വയസ്സിൽ മക്കളായ ഡീഗോയും ഫെർഡിനാൻഡും അടുത്തുള്ളപ്പോഴാണ് കൊളംബസ് വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ മൂലം മരണമടയുന്നത്. ശവസംസ്കാര ചടങ്ങുകൾക്ക് ശേഷം കൊളംബസിനെ സെവല്ലയിലെ കാർത്തൂസിയൻ ആശ്രമത്തിലാണ് ആദ്യം അടക്കം ചെയ്തത്. എന്നാലും 1542 അദ്ദേഹത്തിന്റെ മൃതദേഹം പുറത്തെടുത്ത് കരീബിയനിലെ സാന്റോ ഡൊമിംഗോയിലേക്ക് കൊണ്ടുപോകുന്നു. 1790-കളിൽ ഈ ദ്വീപ് ഫ്രഞ്ചുകാർക്ക് വിട്ടുകൊടുത്തതിന് ശേഷം വീണ്ടും ഹവാനയിലേക്ക് മാറ്റി. 1898-ലെ സ്പാനിഷ് അമേരിക്കൻ യുദ്ധത്തിൽ സ്പെയിനിന് ക്യൂബ നഷ്ടപ്പെട്ടതിന് ശേഷം കൊളംബസിന്റെ ഭൗതികാവശിഷ്ടങ്ങൾ സ്പെയിനിലേക്ക് തന്നെ തിരികെ എത്തിച്ച് സെവില്ലെ കത്തീഡ്രലിൽ അടക്കം ചെയ്തു. മരിക്കും വരെയും താൻ ഒരു പുതിയ ലോകം കണ്ടെത്തിയെന്നത് കൊളംബസിന് അറിയില്ലായിരുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത. അദ്ദേഹം കണ്ടെത്തിയ അമേരിക്കൻ ഐക്യനാടുകൾ ഏഷ്യയുടെ ഒരു ഭാഗം മാത്രമാണെന്നാണ് മരണം വരെയും അദ്ദേഹം കരുതിയത്. വ്യക്തി എന്ന നിലയിൽ ക്രിസ്റ്റഫർ കൊളംബസിന്റെ പ്രാധാന്യത്തിൽ സംശയമൊന്നുമില്ല. 1492-ൽ ഏഷ്യയെ തിരയുന്നതിനിടയിൽ അദ്ദേഹം പുതിയ ലോകത്തിലേക്ക് കാലെടുത്ത് വെച്ചത് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്നു തന്നെയാണ്. വഴിതെറ്റിപ്പോയ ഒരു നാവികൻ എന്ന നിലയിലും അദ്ദേഹത്തെ ലോകം വിശേഷിപ്പിക്കുന്നുണ്ട്. ഏഷ്യയിലേക്ക് ഒരു പടിഞ്ഞാറൻ പാത നിലവിലുണ്ടെന്ന അദ്ദേഹത്തിന്റെ വിശകലനം ശരിയായിരുന്നു. യൂറോപ്പിലെ എല്ലാ രാജാക്കന്മാരും ആഫ്രിക്കയ്ക്ക് ചുറ്റുമുള്ള ഏഷ്യയിലേക്കുള്ള പാത കണ്ടെത്താൻ കൂടുതൽ താല്പര്യം കാണിച്ചപ്പോൾ കൊളംബസ് യാത്രകൾ നടത്തി അമേരിക്കയിലേക്ക് എത്തിച്ചേർന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയിൽ കാണും വരെ ഗുഡ് ബൈ.